ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്റ്റെപ്സ് ആക്കി മാറ്റുമ്പോഴാണ് ആക്ച്വലി നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത്. സാലറി ആയിരിക്കും. ഇപ്പം എൻ്റെ വീട്ടുകാരൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ ബിസിനസ് പഠിക്കാൻ പൈസ ചിലവാക്കാനും പറ്റത്തില്ല, അതിനുവേണ്ടി ടൈം ഇല്ല. എനിക്ക് ഇത്രയും ടൈമേ ഉള്ളൂ, എഫേർട്ട് ഇടാനും വയ്യ. 2 years ഞാനൊരു റോൾസ് റോയ്സ് വാങ്ങിക്കാനാണ് എൻ്റെ പ്ലാൻ. എന്ത് പറയും? പ്രോഫിറ്റ് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രമായിട്ട് അടിപൊളി. അതും കംപ്ലീറ്റ്ലി പാസീവായിട്ട് കേട്ടോ. വൺ ഓഫ് ദ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് നമ്മുടെ ക്ലബ്ബാണെന്ന് ഞാൻ പറയാറുണ്ട്. They are not thinking what is it actually costing them to get that cheaper version. 7,000 pound ഒരാളുടെ അടുത്ത് ഇല്ല എന്നാണെങ്കിൽ അയാൾക്ക് അങ്ങനത്തെ ആ ഒരു സിനാരിയോയിൽ ആ ഒരു എമൗണ്ട് പോലും ഇല്ല എന്നുള്ള ഒരാൾക്ക് ഇത് കണക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? സേവിങ്സ് കൂട്ടി വെക്കുന്നത് കുറച്ച് കാലം കഴിയുമ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി തിരിച്ചു വരുമ്പം പിന്നെയും സേവിങ്സ് എല്ലാം തീർന്നു, പിന്നെയും അതേ സൈക്കിൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ റെൻ്റ് ഔട്ട് ചെയ്യുന്നതിൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് മോഡലാണ്. ഞാനായിട്ട് പോഡ്കാസ്റ്റ് തുടങ്ങിയായിരുന്നു, പക്ഷേ ഒബ്വിയസ്ലി എല്ലാവരെയും പോലെ തന്നെ ഒരു കണ്ടിന്യൂറ്റി എനിക്കില്ല. പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ പോഡ്കാസ്റ്റ് എടുക്കുന്നതിന് പകരം ഞാൻ പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്യലായി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എടുക്കുന്ന പോഡ്കാസ്റ്റ് നിന്ന് വരുന്നത്. നമ്മൾ പുറത്തുള്ള ആൾക്കാരൊന്നും എടുക്കാറില്ല, നമ്മളെ ക്ലബ് മെമ്പേഴ്സ് മാത്രമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതാണ് എൻ്റെ പോഡ്കാസ്റ്റ്. നിങ്ങളെ ജേണി ചോദിക്കലും നിങ്ങളെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യാറ്. അപ്പം ബിലാൽ ഇപ്പം ഈ ഒരു പ്രോപ്പർട്ടി ജേണി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളായി. അപ്പം ബിലാലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും ഒരു ബാക്ക്ഗ്രൗണ്ടും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ജേണിയിലേക്ക് എത്തിപ്പെട്ട എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ UK സ്റ്റുഡൻ്റായിട്ടാണ് വന്നത്. ഞാൻ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യുമായിരുന്നു. സോ അപ്പം അന്ന് ആ ടൈമിൽ നമുക്കിവിടെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് പീരീഡിൽ നമുക്കിവിടെ ബിസിനസ് ചെയ്യാം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അന്ന് സ്റ്റുഡൻറ്റ് പീരീഡിൽ ഇത് സ്റ്റാർട്ട് ചെയ്തേനെ. പിന്നെ അത് ഓഫ് കോഴ്സ് അത് ഗ്രാജുവേറ്റ് ആയി, കോഴ്സ് 1 year ആയിരുന്നു. പിന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം പണ്ട് മുതലേ. സോ അങ്ങനെ അപ്പം കുറച്ചൊക്കെ ഒന്ന് വർക്ക് ചെയ്തു. പിന്നെ എൻ്റെ പ്രൊഫഷനിൽ തന്നെ ജോബായി. ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഞാൻ പ്രോപ്പർട്ടി ബിസിനസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അതിലൊരു ഗ്രോത്ത് കണ്ടു. എനിക്ക് അത്യാവശ്യം നെറ്റ്വർക്കായി. ഓഫ് കോഴ്സ് അത് നമ്മുടെ ക്ലബ്ബിൽ നിന്നാണ് കിട്ടിയത്. അതിൽ നിന്ന് അപ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി. വർക്ക് ചെയ്യുന്ന ഇറങ്ങി ഇത് ഫുൾ ടൈം പ്രോപ്പർട്ടിയിൽ നിൽക്കാനായിട്ടും. അങ്ങനെയാണ് പിന്നെ ഫുൾ ടൈം പ്രോപ്പർട്ടി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതിന് മുന്നേ ഞാൻ കുറേ ബിസിനസ്സൊക്കെ നേരത്തെ ഇവിടെ നോക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ചൈനയിൽ നിന്നാണെങ്കിലും കുറച്ച് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെ ഓരോന്നും നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഇനിഷ്യൽ കോസ്റ്റ് അറിയാമല്ലോ, അത്യാവശ്യം നല്ല കൂടുതലാണ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ. അതെ, അപ്പം അത് വെച്ചിട്ട് നോക്കുമ്പം പ്രോപ്പർട്ടി ബിസിനസ് ഇവിടെ ചെയ്യാൻ വേണമെങ്കിൽ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാം. അതെ, അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അതെല്ലാവർക്കും അറിയില്ല. ആ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മേക്ക് ചെയ്യാനായിട്ടും പറ്റും. അങ്ങനെയാണ് ഈ സ്റ്റാർട്ട് ചെയ്തൊരു ഒരു ജോബിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിലേക്കുള്ള സ്വിച്ച് എങ്ങനെയായിരുന്നു? കാരണം ഫസ്റ്റില് പ്രോപ്പർട്ടി അല്ല ചെയ്തെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ വേറെന്തോ വെച്ചാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വൈ നോട്ട് എ ജോബ് ആൻഡ് വൈ എ ബിസിനസ്? വൈ നോട്ട് എ ജോബ് അല്ലെങ്കിൽ വൈ ബിസിനസ് എന്ന് വെച്ചാൽ, ഞാൻ വരുന്നത് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാദർ ആണെങ്കിലും എൻ്റെ വാപ്പി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വാപ്പിയാണെങ്കിലും ബിസിനസ് ബാക്ക്ഗ്രൗണ്ടാണ്. ഫാമിലിയിൽ വർക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല എൻ്റെത്. മെയിനായിട്ട് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ അതുതൊട്ട് അപ്പോൾ അന്നുപോലെ അത് കണ്ടു വളർന്ന ഒരു ഇതിൽ എനിക്ക് ബിസിനസ് ചെയ്യണമെന്നായിരുന്നു പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നു. അപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടും ഞാൻ ഇന്ന സെക്ടറിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നതാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ളൊരിത് എൻ്റെ മൈൻഡിലേ ഇല്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് വലുതായിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ നാട്ടിൽ നിന്ന് UK നിന്നോട്ട് വരുന്നതിന് മുന്നേ ഓരോ ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലേ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ UK എത്തിയത്. അപ്പം ഞാൻ മാസ്റ്റേഴ്സ് എടുത്തു ഇവിടെ വരാനായിട്ടുള്ള മെയിൻ സംഭവമായിട്ടാണ് ഞാൻ മാസ്റ്റേഴ്സ് എടുത്ത് ഇവിടെ. അങ്ങനെ അല്ലെങ്കിൽ അല്ലാതെ അല്ലാതെ വരാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് അല്ലാതെ തന്നെ എത്തിയേനെ. അങ്ങനെ അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റക്കായി. കാരണം വർക്ക് ചെയ്യുക എന്നുള്ളത് മൈൻഡിലില്ല. അപ്പോൾ ഏത് സെക്ടറിലോട്ട് പോകണം? ഇപ്പം ഞാൻ MBA ആണ് ചെയ്തത് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ
എന്തിലോട്ട് പോകണം, ഇപ്പോൾ ഫൈനാൻസിലോട്ട് പോകണോ അല്ലെങ്കിൽ HR പോകണോ, അങ്ങനെ ഞാൻ ജോബിന് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പം എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയവരൊക്കെ അവർക്കറിയാം അവർ ഇന്നതിലേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു മൈൻഡിൽ അവർക്കുണ്ട്. പക്ഷേ എനിക്കതില്ല, കാരണം ഞാനത് ചിന്തിച്ചിട്ടില്ല. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ സ്റ്റക്കായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു മൈൻഡിൽ ഫസ്റ്റ്. മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ ഞാൻ നമ്മുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്തു. ഞാൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്തത് ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തത്. അവിടെ നിന്ന് ഞാൻ സൈഡായിട്ട് പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ്. പിന്നെ അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കതിനകത്തൊരു പ്രോഗ്രസ് കണ്ടു തുടങ്ങി. എനിക്ക് അത്യാവശ്യം നല്ല സർക്കിൾ അതിനകത്തുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇനി എനിക്കിത് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയപ്പോഴാണ് ഞാൻ ജോബ് നിർത്തിയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഈ MBA കഴിഞ്ഞ ആൾക്കാർ നമ്മൾ അവിടെ ജോബിന് കയറി കഴിഞ്ഞാൽ ഒരു ആവറേജ് സാലറി എത്ര ആയിരിക്കും? ആവറേജ് സാലറി ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആഫ്റ്റർ ടാക്സ്, ഇപ്പോൾ കിട്ടുന്ന ജോബ് കൂട്ടിരിക്കും. എനിക്ക് ആഫ്റ്റർ ടാക്സ് ഒരു മന്ത്ലി 2000 pounds. ചിലപ്പോൾ ഇപ്പോൾ ഞാൻ സെയിൽസിലൂടെ ആയിരുന്നു വർക്ക് ചെയ്തതുകൊണ്ട് അപ്പോൾ സെയിൽസിൻ്റെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ കമ്മീഷൻ വരും. അത് ഈ സാലറിക്ക് മേലെയായിട്ടല്ലേ? സാലറിക്ക് മേലെയായിട്ട് വരും. അപ്പോൾ ഒരു 2000 pounds ആഫ്റ്റർ ടാക്സ്, അല്ലെങ്കിൽ ഒരു 2.5K അത്രയൊക്കെയാണ് വന്നത്. അത്യാവശ്യം പഠിച്ചിറങ്ങി. പക്ഷേ മാസ്റ്റേഴ്സ് ആയിരുന്നല്ലോ പഠിച്ചത്? അതായത് ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചത്. അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞ ആൾക്കാർക്ക് അത്രയും സാലറി വരത്തില്ലല്ലോ അല്ലേ? അത്രയും വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇവിടെ പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമ്മൾ ഏത് കോഴ്സ് ഗ്രാജുവേറ്റ് ആയി എന്നുള്ളതിനേക്കാൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴേ ഇവിടെ മെയിനായിട്ട് വരുന്നത് അതാണ്, എക്സ്പീരിയൻസ്. അതെ. പിന്നെ നമ്മുടെ സ്കില്ല് നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ഫീൽഡിൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ജോബെങ്കിലും പഠിച്ച ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കോഴ്സ് വെച്ചിട്ട് നമ്മൾ കോഴ്സ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നടക്കില്ല. ഇവിടെ ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, അതിൽ നിങ്ങൾ സ്കിൽഡ് ആയിരിക്കണം. ആരെങ്കിലും ജോബ് തന്നാലല്ലേ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. എന്നാലും എല്ലാവരും വർക്ക് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതെ, ഇവിടെ അങ്ങനെയാണ്. ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ കുറേ പേര് മിക്കവരും ഇവിടെ സ്റ്റക്കായി പോകുന്നത് ഇങ്ങനൊരു സംഭവത്തിലാണ്. പിന്നെ ഒരു 2000 pounds എനിക്ക് വന്നുകൊണ്ടിരുന്നതാണ്. ഒരു 2000 ചില മാസം ആഫ്റ്റർ ടാക്സ് അറൗണ്ട് 3000 pounds ഒക്കെ വന്നിട്ടുണ്ട് സാലറി ആയിട്ട്. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി അതൊരു 3K വരുന്ന പറഞ്ഞാൽ ഒരു നല്ല പേ ആയിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അത് ഒരു ജോലി ചെയ്യുന്നയാൾക്ക് 3000 pound എന്ന് പറഞ്ഞാൽ അന്ന് ആ ഒരു ടൈമിലത്തെ റെൻറ്റും ബാക്കി എക്സ്പെൻസസും എല്ലാം കവർ ചെയ്യാൻ നേരത്തെ സേവിങ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അത്യാവശ്യം സേവിങ്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഞാൻ കറക്റ്റ് വരികയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹോസ്പിറ്റാലിറ്റിയിലായിരുന്നു, റെസ്റ്റോറൻറ്റിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ടൈമിലും അത്യാവശ്യം പേ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു അത്. അപ്പം അവിടെ ഞാൻ ഇതേപോലെ സെയിം രീതി പറയുകയാണെങ്കിൽ മന്ത്ലി ഒരു 2000 pounds ആഫ്റ്റർ ടാക്സ്, ചിലപ്പോൾ അതിൽ കൂടുതൽ വരാൻ 2.5 ഒക്കെ വന്നിട്ടുണ്ട് അവിടുന്ന്. അപ്പം അതിൽ നിന്ന് ഞാൻ ഇതേപോലെ നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസ് അറിയാമല്ലോ, ആ ഒരു എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ റെൻറ്റ്, ബാക്കിയുള്ള ബിൽസ്, ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് നമ്മുടെ ബേസിക് എക്സ്പെൻസ്, ചെറിയ എന്തെങ്കിലും ഷോപ്പിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെയായിട്ട് കവർ ചെയ്തിട്ട് ഞാൻ ഒരു എമൗണ്ട് ഇങ്ങനെ മന്ത്ലി മാറ്റി വെക്കുമായിരുന്നു സേവിങ്സ് ആയിട്ട്. അതൊരാവശ്യം വരുമ്പം അതൊന്നെങ്കിൽ പകുതി കുറഞ്ഞു പോകും, അല്ലെങ്കിൽ തീർന്നു പോകും. അത് ഈ ആവശ്യം വരുന്നത് എന്ന് പറയുമ്പം എന്തൊക്കെയായിരിക്കും? ലൈക്ക് നമ്മൾ എന്താണ് അൺഎക്സ്പെക്ട് നമ്മൾ ഈ സേവ് ചെയ്ത് വെക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യുമ്പോഴാണ് യൂഷ്വലി അതങ്ങ് തീർന്നു പോകുന്നത്? ഇപ്പം നോർമലി ഒരാളുടെ ഇത് നോക്കുമ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നുന്നൊരു കാര്യം നാട്ടിൽ പോകുന്ന, ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് നാട്ടിൽ പോയ എക്സ്പെൻസ് കൂടെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് നോർമൽ ഒരാൾ ഇവിടെ വരുമ്പോൾ അവർക്ക് സേവിങ്സ് ഒന്നും കാണില്ല, അവരുടെ സേവിങ്സ് എല്ലാം തീർന്നു പോകും. പിന്നെ ഇവർ ഈ ഒരു സർക്കിളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ തിരിച്ചു വരും, പിന്നെയും പണിയെടുക്കും, അത്രയും മാസങ്ങൾ. അതെ, UK നിന്ന് പണിയെടുക്കുന്നു, കാശുണ്ടാക്കുന്നു, കുറേ കാശ് കിട്ടുന്നു, അതിൽ നിന്ന് റെൻറ്റും എക്സ്പെൻസും കഴിഞ്ഞ് കുറച്ച് സേവിങ്സ് ഉണ്ട്, സേവിങ്സ് കൂട്ടി വെക്കുന്നു. കുറച്ച് കാലം കഴിയുമ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി തിരിച്ചു വരുമ്പം പിന്നെയും സേവിങ്സ് എല്ലാം തീർന്നു, പിന്നെ അതേ സൈക്കിൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ആയിട്ടാണ് എനിക്ക് കുറേ പേര് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്കത് പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത ടൈമിൽ എൻ്റെ കയ്യിൽ കുഴപ്പമില്ല, അത്യാവശ്യം സേവിങ്സ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ നാട്ടിൽ പോയപ്പോഴൊന്നും എനിക്ക് അഫക്റ്റ് ചെയ്തിട്ടില്ല.
അത്രയൊരു ഇതിൽ ആയിട്ട്. പക്ഷേ നോർമലി ചില ആൾക്കാർ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇവർ ഈ സർക്കിൾ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് നമ്മുടെ UK മാത്രമല്ല, എബ്രോഡ് നിൽക്കുന്ന ഒരു പ്രവാസിയായിട്ടുള്ള ഒരാളുടെ നോർമൽ ഇതായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്, സിറ്റുവേഷനായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെയും ആ ഫണ്ട് മേക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ എത്ര ആണോ നേരത്തെ വർക്ക് ചെയ്ത അത് നമ്മൾ സേവ് ചെയ്യാനായിട്ട് എടുത്ത ടൈം പിന്നെ ആവുക. അപ്പം ഇപ്പം ഞാൻ മെയിൻലി പ്രോപ്പർട്ടി ബിസിനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതിലേക്ക് ഞാൻ ഇറങ്ങി, അതിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പം ഞാനിപ്പോൾ സേവ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ എനിക്ക് ഇപ്പം മാസങ്ങളെടുത്ത് ഞാൻ സേവ് ചെയ്തതൊക്കെ ഞാൻ പ്രോപ്പർലി ആക്ഷൻ എടുത്ത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ 1 മാസം വേണ്ട. ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് പല ആൾക്കാർക്കും അറിയില്ല. അതാണ് ആദ്യം നമ്മൾ ഓഫ് കോഴ്സ് അറിയാമല്ലോ, ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം മെയിനായിട്ട് ഫേസ് ചെയ്യുന്നതാണ് അൺസർട്ടനിറ്റിയാണ്. പ്രോപ്പർ ഒരു ഇൻകം ആയിരിക്കില്ല. നമ്മൾ വർക്ക് ചെയ്തു, ഇപ്പം ഞാൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ വർക്ക് ചെയ്തു, എനിക്കൊരു എമൗണ്ട് അത്യാവശ്യം വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ ബേസിക് നീഡ്സ് എല്ലാം ചെയ്തിട്ട് ഒരു എമൗണ്ട് എനിക്ക് സേവ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പോയിക്കൊണ്ടിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതിൽ പെട്ടുപോകും. പിന്നെ ഞാൻ വീക്കിൽ ഒരു 40 to 50 hours ഒക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ചിലപ്പോൾ 50 hours എബോവ് പോയിട്ടുണ്ട്. അപ്പം അതിനെനിക്ക് ഈ ഒരു എമൗണ്ട് ഇനഫായിട്ട് തോന്നിയില്ല. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഓക്കെ, ഇപ്പോൾ 2.5 ഇപ്പോഴത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ നാട്ടിൽ ഏകദേശം ഒരു അറൗണ്ട് 3 lakhs സാലറി ആയിരിക്കും. ഇപ്പം എൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ ഇപ്പോൾ കാരണം വീട്ടിലായാലും അവർക്കറിയില്ല എത്ര സാലറി എനിക്ക് വരുന്നതെന്ന്. അപ്പോൾ ഇപ്പം ഇത് അവർ കേൾക്കുമ്പോഴും വിചാരിക്കുമായിരിക്കും. അപ്പം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു, ഇങ്ങനെ ഒരു ലെവലിൽ നമ്മളിങ്ങനെ പോകണം. അപ്പം ബിസിനസ്സിലേക്ക് പറയുമ്പോൾ മെയിനായിട്ട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അൺസർട്ടനിറ്റി. ഇതെല്ലാവർക്കും ഫേസ് ചെയ്യാൻ എനിക്ക് പേടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബേസിക്കലി നമ്മളൊരു മിഡിൽ ക്ലാസ് ലെവല്, അങ്ങനെയുള്ള മെയിനായിട്ട് മിഡിൽ ക്ലാസ് ആണ് കേട്ടോ, നമുക്ക് ഈ അൺസർട്ടനിറ്റി ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആൾക്കാർ സംസാരത്തിൽ നിന്നൊക്കെ. അതെ, അങ്ങനെയാണ്. അതിനെ ഞാൻ ഫേസ് ചെയ്യാൻ എനിക്ക് റെഡിയായിരുന്നു. കാരണം ഇപ്പോഴേ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴും നടക്കാനാ നമ്മളിങ്ങനെ ജനറേഷനിൽ നമുക്ക് വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒന്നാമത്തെ ഫൈനാൻഷ്യലിയുള്ള കാര്യങ്ങൾ, പിന്നെ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളായിട്ടെങ്കിലും ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതെപ്പോൾ നടക്കാനാ? ഇങ്ങനെ കണ്ടിന്യൂ ആയി പോയി. ബിലാൽ പറഞ്ഞല്ലോ, ഈ ജോബ് അല്ലായിരുന്നു എനിവേ പ്ലാൻ, ബിസിനസ് തന്നെയായിരുന്നു, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു. പക്ഷേ വൈ പ്രോപ്പർട്ടി? ഇപ്പോൾ ബിലാൽ പറഞ്ഞില്ലേ പ്രോപ്പർട്ടി ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോപ്പർട്ടി പിക്ക് ചെയ്തത്? വൈ നോട്ട് സംതിങ് എൽസ്? ഓക്കെ, പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതായത് മെയിനായിട്ട് ഞാൻ വേറെ ബിസിനസ്, ഇപ്പം ഞാനിവിടെ നേരത്തെ മോടിത്ത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഞാൻ ഇവിടെ റെസ്റ്റോറൻറ്റ് ബിസിനസ് നോക്കിയായിരുന്നു. റെസ്റ്റോറൻറ്റ്സ് നോക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുന്ന ടൈമിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. അതെ, അപ്പം എനിക്കൊരു റെസ്റ്റോറൻറ്റ്സിന് വേണ്ടിയിട്ട് എനിക്കൊരു ഇൻവെസ്റ്റർ റെഡി ആയത് തന്നെ ആയിരുന്നു. ഞാനത് മോടിത്ത് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി. അപ്പം പക്ഷേ എനിക്കതൊക്കെ എനിക്ക് പ്രോപ്പർട്ടിയായിട്ട് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത്, നമുക്ക് ഫസ്റ്റ് പറഞ്ഞ പോലെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. പക്ഷെ എന്നാലും ബിലാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല കുറവാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അത് ശേഷമല്ലേ ബിലാലിന് മനസ്സിലായത്? ആദ്യമേ ബിലാലിന് ഒബ്വിയസ്ലി അറിയത്തില്ലായിരുന്നു കാണുമല്ലോ, പ്രോപ്പർട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ വേറെ ബിസിനസ് തുടങ്ങുന്നതാണെങ്കിൽ വലിയ ഫണ്ടില്ലാതെ തുടങ്ങാൻ പറ്റുമെന്നൊരു നോളജ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തുകൊണ്ടായിരുന്നു പ്രോപ്പർട്ടി തന്നെ പിക്ക് ചെയ്തത്? ഞാൻ പ്രോപ്പർട്ടിയിലേക്ക് ഫസ്റ്റ് വരാനാണെങ്കിൽ ഇക്കയുടെ ഒരു കേസ് പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഇക്കയുടെ ഒരു ലാൻഡ് ലോഡിനെ കണ്ടിട്ട് സെയിം ഇക്കയുടെ നേരത്തെ ആദ്യം സ്റ്റേ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോപ്പർട്ടിയിലെ ഒരു ലാൻഡ് ലോഡിനെ കണ്ടിട്ടാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി ബിസിനസ്സിൽ സാധ്യതയൊക്കെ മനസ്സിലാക്കുന്നത്. സെയിം സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. ഞാൻ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പാകിസ്ഥാനി ലേഡി ആയിരുന്നു അതിൻ്റെ ലാൻഡ് ലോഡ് പ്രോപ്പർട്ടിയുടെ. ഞാൻ താമസിച്ച വീട്ടിൽ അവരുടെ തന്നെ പല പ്രോപ്പർട്ടീസിൽ ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് അറൗണ്ട് എങ്ങനെ പോയാലും കുറഞ്ഞതൊരു 10 പ്രോപ്പർട്ടീസാണ് ഓൺ ചെയ്യുന്നതാണ്. 10 പ്രോപ്പർട്ടീസ് കുറഞ്ഞാണ്. അവർ തന്നെയാണ് ഫുൾ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത്. അവർ വരും, റെൻറ്റ് പ്രോപ്പർലി കളക്ട് ചെയ്യും, വരും, പോകും, ഇടയ്ക്ക് വന്ന് പ്രോപ്പർട്ടിയൊക്കെ ചെക്ക് ചെയ്യും, പിന്നെയും പോകും. ആ ഒരു സറൗണ്ടിൽ തന്നെ ഞാൻ നിന്നുകൊണ്ടിരുന്ന വെസ്റ്റ് ലണ്ടനിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ പ്രോപ്പർട്ടീസ് കൂടുതലും വരുന്നത് വെസ്റ്റ് ലണ്ടൻ തന്നെയാണ്. ആ ഒരു സറൗണ്ടിൽ തന്നെ ആണ് അവർക്കൊരു 5-6 പ്രോപ്പർട്ടീസ് നിയർലി. അപ്പോൾ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയും, ഈ പ്രോപ്പർട്ടിയിലൊക്കെ 6 റൂംസ് ഉണ്ട്, ഇതിൽ നമ്മൾ പേ ചെയ്യുന്നത്, ഞാൻ അന്ന് എൻ്റെ റൂമിന് പേ ചെയ്തുകൊണ്ടിരുന്നത് ഡബിൾ റൂം ആയതുകൊണ്ട് നിയർലി എനിക്ക് തോന്നുന്നു ആ ടൈമിൽ 750 പൗണ്ടോ
അങ്ങനെ എന്തോ ആയിരുന്നു, ഇൻക്ലൂഡിങ് ബിൽസ് ആ ടൈമിൽ പേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഈ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ ഡബിൾ റൂം ഇതാണ് £750. അപ്പുറത്തെ റൂമിന് 800 or 850 പൗണ്ടാണ്, കാരണം കുറച്ചുകൂടെ വലിയ റൂമാണത്. പിന്നെ താഴെയുള്ള റൂമും ഇതേപോലെയൊക്കെ തന്നെ. അപ്പം ഇതോരോ 6 റൂമായപ്പം എത്ര എമൗണ്ടാണ് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്നത്? അപ്പം അവരുടെ മോർഗേജൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ എത്ര മേക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് എത്ര പ്രോപ്പർട്ടീസ് ഉണ്ട്, 10 പ്രോപ്പർട്ടി എങ്കിലും കുറഞ്ഞത് കൺഫേം ആയിട്ടുണ്ട് അവർക്ക്. കാരണം ഞാൻ തന്നെ അവരുടെ ഒരു 4-5 പ്രോപ്പർട്ടിയിൽ മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രോപ്പർട്ടി ബിസിനസ്സിനെ പറ്റിയിട്ട് അറിയുന്നത്, അതായത് ഇതിൻ്റെ ഇവിടുത്തെ ഒരു സാധ്യത മനസ്സിലാക്കുന്നത്. പിന്നെ മെയിനായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രോപ്പർട്ടി ബിസിനസ് എനിക്കൊരു ബിസിനസ് അതെനിക്ക് പാസീവ്ലി ചെയ്യാനാണ് ഇഷ്ടം. കാരണം ഞാൻ കൂടുതലും എൻ്റെ ടൈമിനെയാണ് വാല്യൂ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്, മണി എന്നതിലുപരി. കാരണം എൻ്റെ ഫാമിലിയിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം, എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഇതൊക്കെ പ്രോപ്പർട്ടി ബിസിനസ്സിൽ എനിക്ക് കുറച്ചുകൂടെ, ഇത് റെൻ്റൽ ഇൻകം ആണല്ലോ. നമുക്ക് റെൻ്റൽ ഇൻകം നമ്മൾ പാസീവ്ലി ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ് മെത്തേഡാണ്, അറിയാലോ. അപ്പോൾ അതാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത്. അങ്ങനെയാണ് പ്രോപ്പർട്ടി ബിസിനസ് ചൂസ് ചെയ്യാനുള്ളത്. അതെ. ഇപ്പം ബിലാൽ പ്രോപ്പർട്ടി ബിസിനസ്സിലാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ബിലാലിൻ്റെ നേരത്തെ ലാൻഡ് ലോഡിനെ പറ്റി പറഞ്ഞു. ഒബ്വിയസ്ലി ഷീ ഹാഡ് 10 പ്രോപ്പർട്ടീസൊക്കെ. അപ്പോൾ ഈ 10 വീടൊക്കെ വാങ്ങിക്കാൻ കുറേ കാശൊക്കെ വേണ്ടേ? ബിലാൽ ഇപ്പോൾ പ്രോപ്പർട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും ഒബ്വിയസ്ലി നിങ്ങളുടെ അടുത്ത് ആദ്യമേ ഇത്രയും ഡെപ്പോസിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും വീടൊക്കെ വാങ്ങിക്കാം. പക്ഷെ ബിലാൽ നേരത്തെ പറഞ്ഞു നമുക്കധികം പൈസയൊന്നും ഇല്ലാതെ പ്രോപ്പർട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ആക്ച്വലി ബിലാൽ ഈ പ്രോപ്പർട്ടി ബിസിനസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? അതിൽ എന്ത് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്? ഈ അധികം പൈസ ഇല്ലാതെ എന്താണ് ബിലാൽ ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി തരാമോ? ബിലാൽ ഇപ്പോൾ ചെയ്യുന്ന പ്രോപ്പർട്ടി പറ്റി പറയണ്ട, അതിനകത്തേക്ക് നമുക്ക് വരാം. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി എന്താണ് സംഭവം, എങ്ങനെയാണിത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അധികം പൈസയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു ക്ലാരിറ്റി തരാമോ? സോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലെന്ന് വെച്ചാൽ റെൻറ്റ് ടു റെൻ്റ് ആണ് പ്രോപ്പർട്ടി ബിസിനസ്സിൽ ചെയ്യുന്നത്. അതായത് ഒരു പ്രോപ്പർട്ടി നമ്മുടെ കമ്പനിയുടെ അണ്ടറിൽ ലീഗലി റെൻ്റ് എടുത്തിട്ട് അത് ലീഗലി സബ്ലെറ്റ് ചെയ്യും. ആ ഒരു മെത്തേഡാണ് ബേസിക്കലി പറഞ്ഞാൽ റെൻറ്റ് ടു റെൻറ്റ്. അപ്പോൾ അതിൽ ഞാൻ HMO പ്രോപ്പർട്ടീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഡീൽ സോഴ്സിങ്ങും ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു ഇൻവെസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി ഡീൽ ഫൈൻഡ് ചെയ്ത് ആ ഡീൽ കംപ്ലീറ്റ് ആ ഇൻവെസ്റ്ററിന് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇൻവെസ്റ്റർ നമുക്കൊരു സോഴ്സ് ഫീ പേ ചെയ്യും. അത് നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് മോഡലാണ് ഈ ഡീൽ സോഴ്സിങ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായി. ഈ HMO എന്ന് പറഞ്ഞത് എന്താണ്? ഹൗസ് ഇൻ മൾട്ടിപ്പിൾ ഒക്യുപ്പേഷൻ എന്ന് പറയും. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി എടുത്തിട്ട് ഒരു ഫുൾ ഫാമിലിക്കൊക്കെ അത് ആ ഹോൾ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ റെൻ്റ് ഔട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ റൂം ബൈ റൂംസ് ആയിട്ട് പല ആൾക്കാരില്ലേ, അതായത് അല്ലെങ്കിൽ റിലേറ്റഡ് അല്ലാത്ത ആൾക്കാർക്ക് അവർക്ക് റെൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് HMO. ഇത് നോർമൽ ഒരു റെൻറ്റ്, നമ്മളിപ്പോൾ ഒരു ഹോൾ പ്രോപ്പർട്ടി എടുത്തിട്ട് ഹോൾ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ റെൻ്റ് ഔട്ട് ചെയ്യുന്നതിൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് മോഡലാണ് HMO. അതായത് ലാൻഡ് ലോഡിൽ നിന്ന് ഒരു 4-5 ബെഡ്റൂമുള്ള വീട് എടുത്തിട്ട് ബിലാൽ അത് വേറെ ആൾക്കാർക്ക് സബ്ലെറ്റ് ചെയ്യും. അതിൻ്റെ വാടക ബിലാൽ ലാൻഡ് ലോഡിന് കൊടുക്കും. അതിൽ നിന്ന് അതെ, ഞാനത് ലാൻഡ് ലോഡിന് കൊടുക്കും. പിന്നെ ബിൽസും എല്ലാം പേ ചെയ്തിട്ട് ബാക്കി എത്രയാണോ എമൗണ്ട് വരുന്നത് അതാണ് എൻ്റെ പ്രോഫിറ്റായിട്ട് എനിക്ക് വരുന്നത്. മനസ്സിലായി. അപ്പം ഈ ഒരു സ്ട്രാറ്റജി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അതോ ആർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണോ? എങ്ങനത്തെയാണ് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്? ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നതാണോ? സാധാരണക്കാരനും ആർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ അത് പ്രോപ്പർലി കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ നോളജ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാനാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിലിപ്പോൾ സാധാരണക്കാരൻ അല്ലെങ്കിൽ ക്യാഷുള്ള ഒരാൾക്കേ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്കേ ഇത് നടക്കൂ, അങ്ങനൊന്നുമില്ല. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഇങ്ങനെ എടുത്ത് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് കോസ്റ്റ് വരുന്നത്? അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മെയിനായിട്ട് വരുന്ന കോസ്റ്റാണ് ഫസ്റ്റ് മാസത്തെ റെൻറ്റ്, പിന്നെ അതും ഡിപ്പോസിറ്റ്, പിന്നെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഫേർണിഷ്ഡ് അല്ലെങ്കിൽ നമ്മൾ ആ ഫേർണിഷിങ് കാര്യങ്ങളോ അതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ഈ HMO പ്രോപ്പർട്ടിക്ക് ആ പ്രോപ്പർട്ടിക്ക് HMO ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്. അത് ഓരോ കൗൺസിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് റിക്വയർമെൻറ്റ്സ് ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ എൻ്റെ HMO പ്രോപ്പർട്ടിയിൽ എനിക്ക് 3 കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലാണ് ആ ഏരിയയിൽ HMO ലൈസൻസ് വേണ്ടത്.
സോ HMO ലൈസൻസ് നമ്മൾ എടുക്കണം. അങ്ങനെ കുറച്ച് അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ നിയർലി ഒരു ഫസ്റ്റ് മാസത്തെ റെൻറ്റ്, ഡിപ്പോസിറ്റ് എല്ലാം കൂടെ എനിക്കായിട്ടുള്ളത് ഏകദേശം നിയർലി ഒരു ഫർണിഷിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഒരു 7,000 സംതിങ് പൗണ്ട്സ് ആണ് ആ ഒരു പ്രോപ്പർട്ടിയിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ബിലാൽ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു 7,000 പൗണ്ട് ഒരാളുടെ അടുത്ത് ഇല്ല എന്നാണെങ്കിൽ അയാൾക്ക് അങ്ങനത്തെ ആ ഒരു സിനാരിയോയിൽ ആ ഒരു എമൗണ്ട് പോലും ഇല്ല എന്നുള്ള ഒരാൾക്ക് ഇത് കണക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഡീൽ സോഴ്സിങ് ചെയ്യാം. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. പ്രോപ്പർട്ടീസിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ആ ഡീൽ സോഴ്സിങ് എന്ന് പറയുന്ന കാര്യം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇല്ലേ, ഈ ഒരു 7,000 പൗണ്ട് ആവും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് ആ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിക്കകത്തുനിന്ന് നമുക്ക് മന്ത്ലി ഒക്കെ എത്ര ലാഭം കിട്ടും? ഒരു പ്രോപ്പർട്ടി HMO പ്രോപ്പർട്ടി ഞാൻ മേക്ക് ചെയ്യുന്നത് 800 പൗണ്ട്സ് ആണ്. അപ്പോൾ ആ ഒരു 7,000-8,000 പൗണ്ട് ചിലവാക്കി നമുക്കൊരു 800 പൗണ്ടോളം നമുക്ക് മന്ത്ലി കിട്ടും. അപ്പോൾ ഈ ഒരു 7,000 പൗണ്ട് ഇടാനില്ലാത്ത ആൾക്ക് ബിലാൽ പറഞ്ഞു ഈ സോഴ്സിങ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. അത് അയാൾക്ക് എങ്ങനെ ചെയ്യാം എന്നൊന്ന് ക്ലാരിറ്റി കൊടുക്കാവും. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. സോഴ്സിങ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ഞാൻ ഇപ്പോൾ നിയർലി ഒരു പ്രോപ്പർട്ടി സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു പ്രോപ്പർട്ടി നമ്മളൊരു പ്രോപ്പർട്ടി ഡീൽ ഫൈൻഡ് ചെയ്ത് സെക്യൂർ ചെയ്തിട്ട് നമുക്ക് ആ ഇൻവെസ്റ്ററിന് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് ഭയങ്കര സ്മാർട്ടസ്റ്റ് വേ ആണ് പ്രോപ്പർട്ടി ബിസിനസ്സിലായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നില്ല. നമ്മളൊരു ഡീല് ഫൈൻഡ് ചെയ്യുന്നു, ഏജൻറ്റ് അല്ലെങ്കിൽ ലാൻഡ് ലോഡുമായിട്ട് സംസാരിക്കുന്നു, ആ ഡീല് പ്രോപ്പർലി എല്ലാം സംസാരിച്ച് നമ്മളത് സെക്യൂർ ചെയ്തിട്ട് നമ്മളൊരു ഇൻവെസ്റ്ററിന് അത് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റർ നമ്മൾ ആ ഡീല് പാസ് ചെയ്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻവെസ്റ്റർ നമുക്ക് ഒരു സോഴ്സ് ഫീ പേ ചെയ്യുന്നത്, ഒരു വൺ ഓഫ് പേയ്മെൻറ്റ് എന്ന പോലെ. അത് നമുക്ക് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ആവറേജ് UK മേക്ക് ചെയ്യാൻ പറ്റുന്നത് 3,000 പൗണ്ട്സ് ആണ് സോഴ്സിങ് ഫീ ആയിട്ട്. ഇത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു പ്രോപ്പർട്ടി എടുക്കാൻ 7,000 പൗണ്ട് ആവും എന്ന് പറഞ്ഞു. ആ 7,000 പൗണ്ട് ആവുന്ന പ്രോപ്പർട്ടി മറ്റൊരാൾക്ക്, ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരാൾക്ക് ആ ഒരു പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്യും. അപ്പം അയാളായിരിക്കും ആ ഒരു 7,000 പൗണ്ട് ഇടുന്നത് അല്ലേ? അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് മന്ത്ലി കിട്ടുന്ന ഈ പറഞ്ഞ 700 പൗണ്ടും അയാൾക്കായിരിക്കും കിട്ടുന്നത് അല്ലേ? പ്രോഫിറ്റ് വരുന്നതെല്ലാം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി അയാൾക്ക് കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ നമുക്ക് ഈ പറഞ്ഞ 3,000 പൗണ്ട് തരും. അപ്പം അത് ഇഫ് ഐ വാസ് ടു ആസ്ക് യു വൈ വുഡ് ദേ പേ യു 3,000 പൗണ്ട്, ലൈക്ക് ഹൗ ഡസ് ഇറ്റ് മേക്ക് സെൻസ്? എങ്ങനെയാണ് ലൈക്ക് അയാൾക്ക് 3,000 പൗണ്ട് അയാൾ ബിലാലിനെ തന്നാലും ബിലാൽ ഈ 7,000 പൗണ്ട് ഒന്നും ഇടുന്നില്ല പ്രോപ്പർട്ടി എടുക്കാനായിട്ട്. ആ 3,000 പൗണ്ട് അയാൾ ബിലാലിന് തന്നു. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് മൊത്തം എത്ര ചിലവായി? 7,000-ഉം 3,000 10,000 പൗണ്ട് ചിലവായി. 10,000 പൗണ്ട് ചിലവായാലും അയാൾക്ക് ആ ഒരു പ്രോപ്പർട്ടി വർത്താണോ? എങ്ങനെയാണ് അത് നോക്കുന്നത്? അത് ഈ പറഞ്ഞ ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ പറയാനാണെങ്കിൽ 800 പൗണ്ട്സ് ആണ് മന്ത്ലി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്ര നാൾ കിട്ടിക്കൊണ്ടിരിക്കും? ആ പ്രോപ്പർട്ടിയുടെ കോൺട്രാക്റ്റ് വരുന്നത് 5 years ആണ്. ഇപ്പോൾ 5 വർഷത്തേക്കാണ് നമ്മൾ പ്രോപ്പർട്ടി എടുക്കുന്നത്. സോ ഇപ്പോൾ ഈ പറഞ്ഞ 10,000 പൗണ്ടാണ് ഒരു ഇൻവെസ്റ്ററിന് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് 800 പൗണ്ടാണ് പ്രോഫിറ്റായിട്ട് മേക്ക് ചെയ്തെന്ന് മന്ത്ലി മേക്ക് ചെയ്യുന്നതെന്ന് വെച്ചു, ഐ മീൻ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ 10 months ആയപ്പോൾ തന്നെ 8,000 പൗണ്ട്സ് ആയി. സോ 1 year അല്ലെങ്കിൽ ഒരു 1 month അല്ലെങ്കിൽ 2 monthsോടുകൂടി ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി തിരിച്ചു വരും. അപ്പോൾ ടോട്ടലി പ്രോപ്പർട്ടി ഉള്ളത് 5 years ആണല്ലോ. അപ്പം ബാക്കിയുള്ള പീരീഡ് എല്ലാം പ്രോഫിറ്റ് പീരീഡ് ആണ് നമുക്ക്. മനസ്സിലായി. അപ്പോൾ അയാൾ കയ്യിൽ നിന്ന് 10,000 പൗണ്ട് ചിലവാക്കിയാലും ബാക്കിയുള്ള ഒരു വർഷം കൊണ്ട് അയാൾ 8 കാശ് തിരിച്ച് കിട്ടിയിട്ട് ബാക്കിയുള്ള 4 വർഷം ബേസിക്കലി അയാൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി. അപ്പോൾ അതിനാണ് ഈ പറഞ്ഞ ഡീൽ സോഴ്സിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡീൽ സോഴ്സിങ് ഇപ്പം മോ പറഞ്ഞതുപോലെ കയ്യിൽ ഫണ്ട് ഇടാനില്ലാത്ത ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഐ മീൻ അവരൊക്കെ ചെയ്ത് നല്ല എമൗണ്ട് അതിനകത്ത് നിന്ന് മേക്ക് ചെയ്യുന്നതുമുണ്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ തന്നെ. അതെ, മോയ്ക്ക് അറിയാമായിരിക്കുമല്ലോ പലരെയും. അതെ, ഇതിപ്പം ഈ ഡീൽ സോഴ്സിങ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ മറ്റൊരാൾക്കാണ് ഇത് പാസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ആ ഒരു 10,000 പൗണ്ട് ഉള്ള ഒരാളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പം നമ്മുടെ ക്ലബിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇപ്പം മോ തന്നെ ഹെൽപ്പ് ചെയ്യും സോഴ്സസിനെ ഇൻവെസ്റ്റേഴ്സിനെ ഫൈൻഡ് ചെയ്യാനായിട്ട്.
പിന്നെ നമ്മുടെ ക്ലബ്ബിൽ തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. നമ്മളൊരു പ്രോപ്പർട്ടി ഇപ്പോൾ എനിക്ക് തോന്നിയിരുന്ന കാര്യം എന്ന് വെച്ചാൽ പുറത്തൊരു ഇൻവെസ്റ്ററിനെ നോക്കിയിട്ട് പോകേണ്ട ആവശ്യമില്ല. പറ്റില്ല. ക്ലബ്ബിൽ ഒരു പ്രോപ്പർട്ടി ഇട്ട് കഴിഞ്ഞാൽ ക്ലബ്ബിൽ തന്നെ പോവുകയാണ് പ്രോപ്പർട്ടി അതെ 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 അല്ലേ. അപ്പോൾ എനിക്ക് അത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അല്ലാതെ ഒരാൾക്ക് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്നത്, ഒന്നെങ്കിൽ അവർക്ക് ഫാമിലി നോക്കാം, ശരിക്കും. അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. പിന്നെ ഫ്രണ്ട് സർക്കിൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലും നോക്കാം. പിന്നെ അവർക്ക് ഈ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അവിടെയൊക്കെ പോയിട്ട് കണക്ഷൻ അത് ബിൽഡ് ചെയ്ത് അവിടെ നിന്ന് ഒരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ഓൾസോ സോഷ്യൽ മീഡിയയിൽ കൂടെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ എനിക്ക് മേക്ക് ചെയ്യാനായിട്ട്. അതെ. അതെ, ഇതിപ്പം ഈ ഒരു സ്ട്രാറ്റജീനെ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാൾ UK ഉണ്ടെന്ന് വെച്ചോ, അയാൾക്ക് ഈ ഒരു സ്ട്രാറ്റജി, ഇപ്പം റെൻറ്റ് ടു HMO എന്ന് പറഞ്ഞു, ഡീൽ സോഴ്സിംഗ് എന്ന് പറഞ്ഞു, ഇങ്ങനത്തെ സ്ട്രാറ്റജീസൊക്കെ ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാൾക്ക് പഠിച്ചു തുടങ്ങി അതിനകത്തുനിന്ന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ എത്ര ടൈം എടുക്കുമായിരിക്കും? അങ്ങനെ ഇപ്പോൾ ഡീൽ സോഴ്സിങ് പഠിച്ച് തുടങ്ങി ഇത്ര ടൈം എടുക്കും ഉള്ളതായിട്ടൊന്നും എനിക്ക് പ്രോപ്പർലി ഇത്ര ടൈം എടുക്കും എന്നെനിക്ക് പറയാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം അതിന് അധികം ടൈമൊന്നും വേണ്ട അത് പഠിച്ചെടുത്ത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഡീൽ സോഴ്സിങ് ചെയ്യാനായിട്ടാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ പ്രോപ്പർട്ടീസ് ഫൈൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി, നിങ്ങൾ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി, വ്യൂയിങ് എടുക്കാനായിട്ട് തുടങ്ങിയെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു 10 പ്രോപ്പർട്ടി, ഇപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടി ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു 10 പ്രോപ്പർട്ടി വ്യൂ ചെയ്തെന്ന് വെച്ചോ, അതിനകത്തുനിന്ന് ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി വർക്കാവുന്ന പ്രോപ്പർട്ടി ആയിരിക്കും അല്ലേ. അപ്പം ചിലപ്പം ഒരാൾക്ക് ചിലപ്പോൾ ഒരു 1 വീക്കേ എടുക്കത്തുള്ളായിരിക്കും ഒരു സോഴ്സിങ് ചെയ്യാനായിട്ട്. അതെ, നിങ്ങളിടുന്ന എഫേർട്ട് പോലെ ഇരിക്കും. ഇതെല്ലാം ബിസിനസ് മെയിൻലി ഒരു നമ്പേഴ്സിൻ്റെ ഇതാണല്ലോ. നമ്മൾ എത്രമാത്രം പ്രോപ്പർട്ടി വ്യൂ ചെയ്യുന്നു അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. മനസ്സിലായി. ഇപ്പം ബിലാൽ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി, അതിനകത്തുള്ള നമ്പേഴ്സ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു തരാം. അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എല്ലാ മാസവും ഇത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്, അതെങ്ങനെയാണ് കിട്ടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തൊന്ന് പറയാമോ? അതെ പറഞ്ഞുതരാം. അതായത് എൻ്റെ പ്രോപ്പർട്ടിയുടെ എനിക്ക് വരുന്നത് 5 ബെഡ്റൂംസ് ആണ് ടോട്ടലി ഉള്ളത്. ഇപ്പം അത് ലണ്ടനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ലണ്ടനിൽ നോർത്ത് സൈഡിലായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത്. സോ പ്രോപ്പർട്ടിയിൽ ടോട്ടലി 5 ബെഡ്റൂംസ് ആണുള്ളത്. 5 ബെഡ്റൂംസ് ആൻഡ് 2 ബാത്റൂംസ്. അപ്പോൾ അവിടുന്ന് എനിക്ക് പ്രോപ്പർട്ടിയിൽ ഒരു മാസ്റ്റർ ഡബിൾ റൂമാണുള്ളത്, പിന്നെ 3 ഡബിൾ റൂമുണ്ട്, ഒരു സിംഗിൾ റൂം, അങ്ങനെയാണ് വരുന്നത്. മാസ്റ്റർ ഡബിൾ റൂം ഒബിയസ്ലി ഡബിൾ റൂമിനേക്കാളൊക്കെ വലിയ റൂമാണല്ലോ. സോ അതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡിങ് ബിൽസ് 900 pounds ആണ് അത് റെൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് 3 ഡബിൾ റൂംസ് ആണ്. അത് 3 ഞാൻ 800 ഈച്ചാണ് ഇൻക്ലൂഡിങ് ബിൽസ് റെൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. പിന്നെ സിംഗിൾ റൂം ഇൻക്ലൂഡിങ് ബിൽസ് 520 pounds. അപ്പോൾ ടോട്ടലി ഏകദേശം ഒരു 3820 pound ആണ് നമുക്ക് മന്ത്ലി ആ പ്രോപ്പർട്ടിയിൽ നിന്ന് റവന്യൂ ആയിട്ട് വരുന്നത്. ലാൻഡ് ലോഡിന് ബിലാലിന് എത്ര കൊടുക്കണം? ലാൻഡ് ലോഡിൻ്റെ റെൻറ്റ് വരുന്നത് 2400 pounds ആണ്. അപ്പം ഈ ഒരു 5 ബെഡ് 2 ബാത്റൂം പ്രോപ്പർട്ടിക്ക് ആ ഒരു ലൊക്കേഷനിൽ 2400 pounds ആണോ റെൻറ്റ്? അത് നമുക്ക് അങ്ങനെ കിട്ടി, നമ്മളത് നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ 2400. അത് മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടി കുറച്ചാണോ ബിലാൽ വാങ്ങിച്ചത്? അതെങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് എങ്ങനെ കുറച്ച് കിട്ടിയത്? ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരാൾ ത്രൂ തന്നെ വന്ന പ്രോപ്പർട്ടി ആയിരുന്നു അത്. ബേസിക്കലി എനിക്കത് കിട്ടിയത്. അപ്പോൾ ആ ലാൻഡ് ലോഡ് പറയത്തില്ലേ, എനിക്ക് എൻ്റെ വീടിന് ഇത്രയാണ് വാടകയുള്ളത്, എനിക്ക് ഇത്ര വേണം, അപ്പോൾ അത് കുറച്ച് വന്നാലും കുഴപ്പമില്ല എന്ന് എന്തുകൊണ്ട് അയാൾ പറഞ്ഞു? ലാൻഡ് ലോഡ് ആക്ച്വലി ഇവിടെ UK ലാൻഡ് ലോഡ് അല്ല. പുള്ളിക്കാരനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ടൊരു ആളെയാണ് പുള്ളി മെയിനായിട്ട് ഫസ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ മോർഗേജും കവറായി പോകണം ആ പ്രോപ്പർട്ടിയിൽ നിന്ന്. അതായിരുന്നു ലാൻഡ് ലോഡിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ്. ഈ 2400 pound നിന്ന് ഓഫ് കോഴ്സ് പുള്ളിയുടെ മോർഗേജും കവറാവും. നമ്മൾ പ്രോപ്പർട്ടി നല്ല രീതിയിൽ മാനേജ് ചെയ്തും പോകുന്നുണ്ട്. സോ അതുകൊണ്ട് ലാൻഡ് ലോഡ് ഹാപ്പിയാണ്. മനസ്സിലായി. അപ്പോൾ ഈ 3820 ഇന്ന് 2400 ഡിഡക്ട് ചെയ്ത് കഴിയാൻ നേരത്തെ ബാക്കി വരുന്നതാണ് 1420. പിന്നെ ബിലാലിന് അതിനകത്തുനിന്ന് വേറെ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട്? അത് പിന്നെ വരുന്ന എക്സ്പെൻസ് ബിൽസ് എല്ലാം ഞാൻ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, എല്ലാ റൂംസും ഞാൻ ബിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് റെൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതെ, ടെനൻസിന് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ടെനൻസിനെ ഫൈൻഡ് ചെയ്യാനാണെങ്കിലും ബെറ്റർ ഇൻക്ലൂഡിങ് ബിൽസ് ആക്കി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു.
മനസ്സിലായി. അപ്പോൾ എനിക്ക് പിന്നെയുള്ള എക്സ്പെൻസ് ആണ് ഓഫ് കോഴ്സ്. അപ്പോൾ അത് ബിൽസ് വരും. ബിൽസിനകത്ത് കൗൺസിൽ ടാക്സ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, പിന്നെ ഗ്യാസ്, പിന്നെ വൈഫൈ, ഇതെല്ലാം കൂടെ ചേർത്ത് എനിക്ക് ആ പ്രോപ്പർട്ടിയിൽ ആക്ച്വലി ബിൽസ് കുറച്ച് കൂടുതലാണ് വരുന്നത്. ഐ മീൻ 620 pounds എവറി മന്ത് ബിൽസ് വരുന്നുണ്ട്. കാരണം അവിടെ കൗൺസിൽ ടാക്സ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അല്ല, സ്റ്റുഡൻസ് ആണോ അവിടെ നിൽക്കുന്നത്? അല്ല, സ്റ്റുഡൻസ് മാത്രമല്ല ഉള്ളത്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് കൂടുതലും പ്രോപ്പർട്ടിയിലുള്ളത്. അപ്പം അങ്ങനെ 620 pounds അത് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രോഫിറ്റ് വരുന്നത് 800 pounds ആണ് എല്ലാ മാസവും. അപ്പോൾ 800 pound പ്രോഫിറ്റ് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രമായിട്ട്. അടിപൊളി. അതും കംപ്ലീറ്റ്ലി പാസീവായിട്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് പ്രോപ്പർട്ടി ഈ അടുത്ത ടൈമിലാണ് ഒരു ടെനൻ്റ് അവിടെ നിന്ന് വെക്കേറ്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ പോകുന്നത്. 2 മാസമായിട്ട് പോയിട്ടേ ഇല്ല. എല്ലാ മാസവും 800 pound പ്രോപ്പറായിട്ട് അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പം അത് ആ ടെനൻ്റ് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് ബിലാലിന് അങ്ങോട്ട് പോകേണ്ടി വന്നത്? ടെനൻ്റ് ഇറങ്ങിയപ്പം റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാനായിട്ട് എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അവരുടെ കീ കളക്ട് ചെയ്യാനായിട്ട്, നമ്മളൊരു കീ അവർക്ക് കൊടുക്കുമല്ലോ, അത് തിരിച്ച് കളക്ട് ചെയ്യാനായിട്ട് എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഡിപ്പോസിറ്റ് ഒബ്വിയസ്ലി അതും അതിൻ്റെ കാര്യങ്ങളും സംസാരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ബിലാലിന് വേണമെങ്കിൽ ബിലാൽ പോവാതെ അത് സെറ്റാക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഞാനിപ്പോൾ 2 മാസമായിട്ട് പോയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്ന് പ്രോപ്പർട്ടിയിൽ പോയി എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് ചെയ്യാം. അപ്പോൾ ഇപ്പം ഈ ഒരു 800 pound കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി, അപ്പം അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഒരു ലെറ്റ്സ് ഒരു 2-3 എണ്ണം, കുറേയൊന്നും ഞാൻ പറഞ്ഞത് 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ തന്നെ ബിലാലിൻ്റെ ഈ പറഞ്ഞ മന്ത്ലി കെട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സാലറി കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ആയി അല്ലേ? അപ്പം റീപ്ലേസ് ആവുന്ന നേരത്ത് അത് ബിലാലിൻ്റെ ബിസിനസ് അക്കൗണ്ടിലോട്ടാണല്ലോ ആ ഒരു കാശ് വരുന്നത്. അപ്പം ബിലാൽ UK-യിലോ യൂറോപ്പിലോ UAE-യിലോ നാട്ടിലോ എവിടെയാണെങ്കിലും ഈ ഒരു എമൗണ്ട് അക്കൗണ്ടിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ട് ആണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ വെച്ച് ഈ പറഞ്ഞ ടെനൻ്റ് ഇറങ്ങാൻ നേരത്തെ ചെക്ക് ചെയ്യാനും ഡെപ്പോസിറ്റിൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ പോകേണ്ടി വന്നെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരാളെ വെച്ചാലും അയാൾക്കൊരു എമൗണ്ട് കൊടുത്താലും സ്റ്റിൽ കംപ്ലീറ്റ്ലി പാസീവായിട്ട് ബിലാലിന് ആ ഒരു കാശ് കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ പൈസ കിട്ടുന്നത് മാത്രമല്ല അവിടെ കൂടെ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡവും കിട്ടുന്നുണ്ട്, ടൈം ഫ്രീഡം കിട്ടുന്നു. കാരണം ബിലാലിന് സമയം എടുക്കുന്നില്ല, വാടകക്കാർ നിൽക്കുന്നു, അവർ വാടക തരുന്നു, പ്രോഫിറ്റ് കയറുന്നു. അപ്പോൾ സമയത്തിന് ഒരു ഫ്രീഡം ഉണ്ട്. സോ നേരത്തെ ബിലാൽ പറഞ്ഞ 40-50 മണിക്കൂർ ജോലി ചെയ്യുന്നു, ആ പൈസ കിട്ടുന്നു, പക്ഷേ യു ആർ വർക്കിംഗ് ദാറ്റ്, ദാറ്റ്സ് വൈ യു ആർ ഗെറ്റിംഗ് പെയ്ഡ്. ഇവിടെ ആ കാശ് കിട്ടുന്നു, ആ സമയവും പോകുന്നില്ല. ഓൾസോ ഈ പറഞ്ഞ ലൊക്കേഷൻ ഫ്രീഡം, കാരണം ഡസൻറ്റ് മാറ്റർ യുവർ ഇൻ യൂറോപ്പ്, UAE ഓർ നാട്ടിൽ എവിടെയാണെങ്കിലും ഈ എമൗണ്ട് കയറുന്നു. അപ്പം ടൈം ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം, ഇത് മൂന്നും കൂടെ ഒന്നിച്ച് വരുന്നതാണ് അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് ഞാൻ പറയുന്നത്. അപ്പം വെറുതെ പൈസ കിട്ടിയിട്ട് കാര്യമില്ല. ലൈക്ക് വൈ ഡു യു ഗെറ്റ് പെയ്ഡ്? സോ ദാറ്റ് യു ക്യാൻ യൂസ് ദ മണി. ഒബ്വിയസ്ലി നമുക്ക് പൈസ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ സേവ് ചെയ്യും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇത് മൂന്നുമാണ് ചെയ്യാൻ പറ്റുന്നത്. സേവ് ചെയ്യുന്നത് എന്തിനാണ്? അറ്റ് സം പോയിന്റ് യു ക്യാൻ യൂസ് സംതിങ്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടു മേക്ക് മോർ മണി. വാട്ട് ഡു യു ഡു വിത്ത് ദറ്റ് മോർ മണി? മേ ബി യു വിൽ റീഇൻവെസ്റ്റ് ദാറ്റ്. അതും കഴിഞ്ഞ് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഡു യു ഗെറ്റ്? യു ഗെറ്റ് മണി. പിന്നെയും at the end what do you do with that money? You use it, you spend it somewhere. So actually അത് സ്പെൻഡ് ചെയ്യാനാണ് ആ പൈസ. മനസ്സിലായില്ലേ? എത്രയൊക്കെ റീഇൻവെസ്റ്റ് ചെയ്താലും യു ആർ മേക്കിംഗ് മോർ മണി സോ ദാറ്റ് യു ക്യാൻ ഇൻവെസ്റ്റ് ഇറ്റ് സംവെയർ, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഓർ സ്പെൻഡ് ഇറ്റ് ഓർ സംതിങ് വിച്ച് യു ഓൾറെഡി ലൈക്ക്. അപ്പം അത് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്രീഡം വേണം. വല്ല വെറുതെ പൈസ കിട്ടിക്കൊണ്ട് നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ലെറ്റ്സ് സേ someone likes traveling, അപ്പം ഒബ്വിയസ്ലി ദേ വുഡ് ലവ് ടു ട്രാവൽ എവറി ടൈം. അവർക്ക് എപ്പോഴും ട്രാവൽ ചെയ്യണം. അപ്പം ജോലി ചെയ്താലേ പൈസ കിട്ടും. പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ട്രാവൽ ചെയ്താൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ആ ഇൻകം ബ്ലോക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ ആ പൈസ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം, പക്ഷേ ജോലി ചെയ്യാതിരിക്കാനും പറ്റണം എന്നാണെങ്കിലാണ് ഈ പറഞ്ഞ ലൊക്കേഷൻ ഫ്രീഡവും ടൈം ഫ്രീഡവും എല്ലാം വേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നൊരു കാര്യമാണ് പ്രോപ്പർട്ടി ബിസിനസ് എന്ന് പറയുന്നത്. നമുക്കെല്ലാം ഒന്ന് ചെയ്യാം. പക്ഷേ ഐ എം സ്റ്റിൽ സീയിങ് പീപ്പിൾ ഹു ആർ ആക്റ്റീവ്ലി ഡൂയിങ് തിങ്സ് ആൻഡ് പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ ആ ഒരു ജോലിയിൽ ഫുള്ളി ഇൻവോൾവ് ആണ്. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷേ ഐ ബിലീവ് ദർ ഷുഡ് ബി എൻ ഓപ്ഷൻ. നമുക്ക് ഇഫ് യു വാണ്ടഡ് ടു ഗോ സംവെയർ യു ഷുഡ് ബി ഏബിൾ ടു ഗോ. പക്ഷെ അതും പറ്റുന്നില്ല എന്നാണെങ്കിൽ ലിറ്ററലി ഐ വുഡൻറ്റ് കോൾ ദാറ്റ് എ ബിസിനസ്, ദാറ്റ്സ് എ ജോബ്. മനസ്സിലായില്ലേ? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പൈസ യൂസ് ചെയ്യാൻ പറ്റണം. എന്നാലേ നമുക്ക് അത് വെച്ചൊരു ഗുണമുള്ളൂ ആ മേക്ക് ചെയ്യുന്ന പൈസ വെച്ച്. അല്ലാതെ ജസ്റ്റ് പൈസ കിട്ടിക്കൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇതെനിക്ക് മെയിനായിട്ട് ലൊക്കേഷൻ ഫ്രീഡം മെയിനായിട്ട് ഫീൽ ചെയ്തത് ഇപ്പം ഞാനൊരു അറൗണ്ട് ഒരു 3 months മുന്നേ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിലാണെങ്കിലും ഒരു 1 month മുകളിൽ നാട്ടിലുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം നാട്ടിലാണെങ്കിലും
പ്രോപ്പർട്ടിയുടെ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എനിക്ക് മന്ത്ലി എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് കയറുന്നുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് എൻ്റെ പ്രോപ്പർട്ടിയുടെ പ്രോഫിറ്റ് കയറുന്നുണ്ട്. സോ മനസ്സിലായി. എനിക്ക് ഇവിടെ ഇല്ലെങ്കിലും അത് വർക്കായി പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഞാൻ ലൊക്കേഷൻ ഫ്രീഡം മെയിനായിട്ട് അറിയുന്നത് അപ്പോഴാണ്. ഫീൽ ചെയ്യുന്നപ്പോഴത്തേക്ക് അതെ അതെ ബിലാൽ ആ സമയത്ത് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ 2500 പൗണ്ട് ജോലി ചെയ്ത് കിട്ടുന്ന ആളായിരുന്നെങ്കിൽ നാട്ടിൽ പോകുന്നത് ഒരു മാസത്തെ ആനുവൽ ലീവിൽ മാത്രമായിരിക്കും. അതിന് മേലെ നാട്ടിൽ നിൽക്കാനും പറ്റില്ല. ഒബ്വിയസ്ലി ആനുവൽ ലീവ് പെയ്ഡാണ്, അതിനപ്പുറം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അത് സ്റ്റിൽ കിട്ടണമെങ്കിൽ ദിസ് ഇസ് ദി വൺ ആൻഡ് ഓൺലി വേ. വേറെ ഒരു വഴി കൂടിയും പറ്റത്തില്ല. ഐ എം നോട്ട് സെയിങ് ജസ്റ്റ് പ്രോപ്പർട്ടി, ദർ ആർ ഒബ്വിയസ്ലി അതർ ബിസിനസ്സസ്. അപ്പോൾ ഇതേ കണക്ക് നമുക്ക് ഈസി ടു എൻട്രി ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ നേരത്തെയാണ് നമുക്ക് ഈ പറഞ്ഞ ടൈം, ലൊക്കേഷൻ ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഒന്നിച്ച് കിട്ടുന്നത്. അപ്പോഴാണ് നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ കണക്ക് നമ്മൾ സേവ് ചെയ്യുന്ന കാശ് നമുക്ക് കൊണ്ട് ഇഷ്ടമുള്ള കാര്യത്തിൽ സ്പെൻഡ് ചെയ്യാനും, ഫാമിലീനെ ഹെൽപ്പ് ചെയ്യാനും, ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാനും, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാനും, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും. ഒബ്വിയസ്ലി ഇതിലൊക്കെയാണല്ലോ പൈസ. അല്ലാതെ കുട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാം, അറ്റ് സം പോയിന്റ് യു കാൻ സ്പെൻഡ് ഇറ്റ് എനിവേ. മനസ്സിലായത്? അത് അതിനൊരു ആക്ച്വൽ പേർപ്പസ് വരുന്ന അപ്പോഴാണ്. അല്ല, എനിക്ക് തോന്നുന്നില്ല നമ്മൾ കഷ്ടപ്പെട്ട് കുറേ ജോലി ചെയ്ത് സേവ് ചെയ്യുന്ന കാശ് വെച്ച് ഇഫ് യു കാൻ റിയലി ഡു എനിത്തിങ്, വാട്ട്സ് ദ പോയിന്റ് ഓഫ് മേക്കിംഗ് ദാറ്റ് മണി? മനസ്സിലായില്ല? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അതിനകത്താണ് ഇപ്പം ബിലാലിന് ആ ഒരു നേരത്തെയും യു യൂസ് ടു മേക്ക് മണി ജോലി ചെയ്തിട്ട്, പക്ഷേ ഇപ്പോഴാണ് ആക്ച്വലി യു ക്യാൻ യൂസ് ദാറ്റ് മണി. ആ ഒരു സിനാരിയോയിലേക്ക് എത്തി നമുക്ക് ഫ്രീഡം കിട്ടുന്നുണ്ട് കുറേ കൂടെ. ഫ്രീഡം ഞാൻ പ്രോപ്പർലി ആ ഒരു ടൈം ഫ്രീഡം ആണെങ്കിലും ലൊക്കേഷൻ ഫ്രീഡം ആണെങ്കിലും ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കേസ് മാത്രമല്ല, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും വർക്ക് പ്ലേസിലുള്ള എക്സ് കൊളീഗ്സൊക്കെ പലരും എല്ലാവരും അവിടെ ബേൺ ഔട്ടാണ്. വളരെ 1-2 പേരേ ഉള്ളൂ ആ ചെയ്യുന്ന ജോബ് എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. അവർക്ക് ആ വീക്ക്ലി ഉള്ള 2 ദിവസം ആയിരിക്കുമല്ലോ ഇവിടെ മെയിൻലി UK നമുക്ക് ഓഫ് ഡേയ്സ് വീക്ക്ലി വരുന്നത്. ഇത് ഓഫ് ഡേയ്സ് കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര എന്തോ അടിപൊളി ദിവസങ്ങളാണ്. മനസ്സിലായി? അപ്പോൾ അവർക്ക് ആ ഒരു പ്ലഷർ കിട്ടാൻ ഓഫ് ഡേ എത്തണം. ബാക്കി വർക്ക് ചെയ്യുന്ന ദിവസങ്ങളൊന്നും അവർ കംപ്ലീറ്റ്ലി ബേൺ ഔട്ടാണ്. അപ്പം ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ആണെങ്കിലും പല കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന മെയിനായിട്ടുള്ള ചിലരൊക്കെ റീൽസൊക്കെ കാണാം. അവർ പറയാറുണ്ട് ഞാൻ ഇന്ന് ഓഫീസിൽ പോവാണ്, അല്ലെങ്കിൽ അവർ പറയാറുണ്ട് എനിക്ക് ഹോളിഡേ ആണ്, ലക്കിലി ഹോളിഡേ കിട്ടി, അതുകൊണ്ട് ഓഫീസിൽ പോകണ്ട, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, അപ്പോൾ പിന്നെ എങ്കിൽ പിന്നെ എന്തിനവരത് ചെയ്യുന്നു, എന്തിനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞാനത് ആലോചിച്ച് നോക്കാറുണ്ട്. വേറൊരു വഴി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇനിയിപ്പം അവർക്കറിയാമെങ്കിലും അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം, അത് വർക്കൗട്ട് ആക്കിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ഫർദർ റിസർച്ച് അവർ ചെയ്യാത്തതാണ് അവരുടെ മിസ്റ്റേക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് കൊള്ളില്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല, വർക്കാവില്ല എന്ന് അസ്യൂം ചെയ്യുന്നതിന് മുന്നേ അത് ഓൾറെഡി ചെയ്ത് റിസൾട്ട് കിട്ടിയ ആൾക്കാരോട് സംസാരിക്കണം. നമ്മൾ പലരും ചെയ്യുന്നത് അത് ചെയ്തിട്ട് ശരിയാവാത്ത ആൾക്കാരോടാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അവരെന്താ പറയുന്നത്, അത് ശരിയാവത്തില്ലെന്നല്ലേ അവർ പറയത്തില്ല. കാരണം എന്താ, അവർക്ക് ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് ചെയ്ത് റിസൾട്ട് കിട്ടിയ പല ആൾക്കാരോട് സംസാരിച്ച് ആ റിസൾട്ട് നേരിട്ട് കാണാൻ നേരത്തെയാണ് അത് നമുക്കും ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നിക്കുന്നത്. നമ്മളിപ്പം വെറുതെ കളിച്ച് കിടക്കുന്ന ആൾക്കാരോട്, സിനിമയ്ക്ക് പോയി നടക്കുന്ന ആൾക്കാരോട് നടന്നാൽ നമ്മൾ അതേ ചെയ്യത്തുള്ളൂ. പകരം നമ്മൾ നാളെ തൊട്ട് ഇലോൺ മസ്കിൻ്റെ കൂടെ നടന്നാൽ നമ്മൾ അടുത്ത സ്പേസ് ഷിപ്പ് അടുത്ത പ്ലാനറ്റിലേക്ക് അയക്കുന്നത് എങ്ങനെയെന്നായിരിക്കും അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായില്ല? നമ്മളതിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമാണ്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല അത്. അപ്പോൾ അങ്ങനത്തെ ഡിസ്കഷൻ ചെയ്യുന്ന ആൾക്കാരോട് നിൽക്കുമ്പോഴാണ് അതൊക്കെ പോസിബിൾ ആണെന്നും അതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നും അവരതൊക്കെ നോർമലായിട്ട് എങ്ങനെ കാണുന്നതെന്നും നമുക്ക് തിങ്ക് ചെയ്യാൻ തന്നെ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ കൂടി പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വേണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് മെയിൻ? എനിക്കറിയാവുന്ന ഒരു ഇതാണെങ്കിൽ ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു സംഭവം, നമ്മുടെ സർക്കിളാണ് മെയിൻ. നമുക്കുള്ള നെറ്റ്വർക്കിനകത്തൂടാണ് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ എല്ലാം വരുന്നത്. ഇപ്പോൾ ബേസിക്കലി നമ്മുടെ ക്ലബ് മെമ്പേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത കാർ എങ്ങനെ വാങ്ങാം, പുതിയത്. പിന്നെ അതെ, പുതിയ കാർ എങ്ങനെ വേണം. അതൊരു നോർമൽ കാറല്ല നമ്മൾ മൈൻഡിൽ എല്ലാവരും നമ്മൾ സംസാരിക്കുന്നതും അതെങ്ങനെ വാങ്ങാം, അല്ലെങ്കിൽ അടുത്ത കുറച്ച് പ്രോപ്പർട്ടീസ് എങ്ങനെ എടുക്കാം, അതിനകത്തൂടെ ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം, പിന്നെ അടുത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ആൾക്കാരുമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ആയിക്കോളും. നമ്മുടെ ലൈഫിലെ റുട്ടീൻസ് തന്നെ മാറി തുടങ്ങും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറി തുടങ്ങും. ഇപ്പം എൻ്റെ ലൈഫിൽ ന്യൂ ഇയറിന് ഒരു പ്ലാനും ഇല്ലാത്ത ഫസ്റ്റ് ന്യൂ ഇയർ ആയിരുന്നത്. ടു ബി ഓണസ്റ്റ്, ഞാൻ ഇന്നലെ രാത്രി ഫുൾ വർക്കിംഗ് ആയിരുന്നു.
ഇന്നലെ തന്നെ ആണെങ്കിലും ഓൻ്റെ അടുത്ത് വിളിച്ചിട്ട് ആ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള അതിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഏകദേശം ഒരു ഇന്നിപ്പോൾ രാവിലെ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് എണീക്കാനായതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 3 മണിയോ 3:30 എന്തോ ആയപ്പോൾ ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഫസ്റ്റ് ന്യൂ ഇയർ ആയിരുന്നു അത്. ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്താലേ ചിലതൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റൂ. അതെ, അത് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ആ ഒരു ഗോളിലേക്ക് എത്തണം. പക്ഷെ ആ ഗോളിലേക്ക് എത്താനുള്ള വഴി സഹിക്കാൻ ആർക്കും വയ്യ. അതില്ലാതെ അവിടെ എത്താൻ നോക്കുന്ന ശ്രമത്തിലാണ് എല്ലാവരും. ഷോർട്ട് കട്ട്സ് ആണ് എല്ലാവർക്കും വേണ്ടത്. ഇത് ചില കാര്യങ്ങൾ ഷോർട്ട് കട്ട് ഒൺലി വേ യു ക്യാൻ ഗോ ത്രൂ എ ഷോർട്ട് കട്ട് ഇസ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് പണിയെടുക്കേണ്ടി വരും. ഉറപ്പായിട്ട് എന്ത് വന്നാലും പണിയെടുക്കേണ്ടി വരും. പക്ഷെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് ഓൾറെഡി അച്ചീവ് ചെയ്ത ഒരാളുമായിട്ട് സംസാരിച്ച് അവർ പറയണം എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഇത് ചെയ്താൽ പണി കിട്ടും എന്നവർ പറഞ്ഞാൽ നമുക്ക് ആ കാര്യം ചെയ്യണ്ട. അതാകുമ്പോൾ നമുക്ക് ആ പണി കിട്ടത്തില്ല. അതാണ് ബെസ്റ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് ചെയ്യാതിരുന്നാലും ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മൾ എഫേർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഈ പറയുന്ന ടൈം സേവ് ചെയ്യാൻ പറ്റുന്നൊരു ഷോർട്ട് കട്ട്. മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് ലിറ്ററലി എനിക്കറിയത്തില്ല. അപ്പം ഞാനിപ്പം ബിസിനസ്സുകളെ ഗ്രോ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഓൺലൈൻ ബിസിനസ് കൂടാതെ ഫിസിക്കലി റൺ ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആണെങ്കിലും ഞാൻ ഇപ്പം കണ്ടുപിടിക്കാനാണെങ്കിൽ ഞാനിടുന്ന യൂട്യൂബോ ChatGPT ബുക്സോ അങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടിയും ബെസ്റ്റ് വേ ആണ് ഓൾറെഡി ഇപ്പോൾ ആരുണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഐ വുഡ് ഗോ ടു ദം, ഐ വുഡ് പേ ദം, ഐ വുഡ് ആസ്ക് ദം നിങ്ങളിപ്പോൾ എങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കും. കാരണം ഇഫ് യു പേ ദം ദാറ്റ്സ് ദെയർ സർവീസ്. അവർക്ക് പറഞ്ഞു തന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സർവീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം നൗ വി നോ അവരെന്തൊക്കെയാണ് ചെയ്തത് എന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ കോപ്പി ആൻഡ് പേസ്റ്റ് അതേ കണക്ക് നമുക്കും ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഷോർട്ട് കട്ടായിട്ട് ഞാൻ പേഴ്സണലി കാണുന്നത്. ഇപ്പം ഞാൻ തന്നെ എനിക്കൊരു 40 വയസ്സിൽ കിട്ടാൻ വേണ്ടി അച്ചീവ് ചെയ്ത കാര്യം, ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഞാൻ ഒരു 33 ആയപ്പോഴത്തേക്ക് ഞാൻ അച്ചീവ് ചെയ്തു. അപ്പോൾ ഇപ്പം നമുക്ക് ഐ ക്യാൻ സെറ്റ് ബിഗർ ഗോൾസ്. എന്നിട്ട് അത് അടുത്ത ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ ആ ബിഗർ ഗോൾസ് ആണെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വുഡ് റാദർ ആസ്ക് സമ്മൺ ഹു ഹാസ് ഓൾറെഡി അച്ചീവ്ഡ് ഇറ്റ്. ഐ വുഡ് സീ അവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന്. ഞാനിപ്പം ലിറ്ററലി കേട്ട തമാശയായിട്ട് തോന്നി കേട്ടോ. ഞാൻ കുറച്ച് വലിയ പ്ലാൻസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് ഓൾറെഡി അച്ചീവ് ചെയ്ത ആൾക്കാരെ ഞാൻ റാൻഡംലി ChatGPT കയറി സെർച്ച് ചെയ്തിട്ട് ഇവരെല്ലാം ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ പോയി നോക്കി. അവരെല്ലാവരും കോമൺ ആയിട്ട് എന്താ ചെയ്യുന്നത്. കോമൺ ആയിട്ട് ചെയ്യുന്നത് ഞാൻ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ദേ ആർ ഇൻവെസ്റ്റിംഗ് മണി ഇൻ സ്ലീപ്പ്, ഹെൽത്ത്, ഉറങ്ങുന്ന ട്രാക്ക് ചെയ്യുന്നത്. അവർ റിങ്, വാച്ച്, അത് കണക്ക് എത്ര ഉറങ്ങുന്നു, സ്ലീപ്പിൻ്റെ ക്വാളിറ്റി എന്താണ്, ഐസ് ബാത്ത്, എക്സസൈസ്, നെറ്റ്വർക്കിംഗ്, ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ലാക്ക് ചെയ്യുന്നത് അത് കുറേ ലാക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഉറക്കം ശരിയല്ല, എൻ്റെ സ്ലീപ്പ് ഇനിഷ്യൽ ജേർണി ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. നമുക്ക് ഉറക്കം പോകും. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജിലും ഓരോ രീതിയിലാണ്. മനസ്സിലായില്ലേ? ഇപ്പം എന്താ പറയുക, നമ്മളിപ്പം അറ്റ് ദ മൊമെൻറ്റ് ഞാനിപ്പോൾ ഉറങ്ങുന്നതൊക്കെ വളരെ കുറവാണ്. ചിലപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ്. അപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് വെരി ബിഗ് പീപ്പിൾ, ഇലോൺ മസ്ക് ഒക്കെ, ദേ സ്ലീപ്പ് അറ്റ്ലീസ്റ്റ് 6 hours. എന്നാലേ അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ അത്രയും പോലും ഉറങ്ങുന്നില്ല. ഡസൻറ്റ് മീൻ ഐ എം വർക്കിംഗ് മോർ ദാൻ ഇലോൺ മസ്ക്. മനസ്സിലായില്ലേ? കാരണം എൻ്റെ ഈ സ്റ്റേജിൽ ഇതാണ് റെക്കമെൻഡഡ്. എനിക്ക് ചിലപ്പോൾ എൻ്റെ ഹെൽത്ത് സാക്രിഫൈസ് ചെയ്യണം. പക്ഷേ ഇപ്പം ഞാൻ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഞാൻ ഹെൽത്ത് സാക്രിഫൈസ് ചെയ്യരുത്. ഇനി ഞാൻ ഹെൽത്ത് നോക്കണം. അത് കാരണം എനിക്ക് കുറേ ടൈം കിട്ടും. എനിക്ക് ആ ടൈമിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. ആ സമയത്ത് ഐ ക്യാൻ തിങ്ക് ബെറ്റർ. സോ വൺ ഐഡിയ മൈറ്റ് ബി വർത്ത് ഫ്യൂ മില്യൺസ്. മനസ്സിലായില്ലേ? വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ദാറ്റ് വൺ ഐഡിയ? മേ ബി ക്ലിയർ മൈൻഡ്, ചിലപ്പോൾ സ്ട്രെസ് ഫ്രീ മൈൻഡ്, മനസ്സിലായില്ലേ? റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡ്, മേ ബി ഗുഡ് എൻവയൺമെൻറ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, ഗുഡ് ഫുഡ്, ഇതൊക്കെയായിരിക്കും ആ ഒരു ഐഡിയ തരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിന് ഇൻവെസ്റ്റ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മെജോറിറ്റി ആൾക്കാർ എന്താണ് ഐസ് ബാത്ത്, സോന, എക്സസൈസ്, റണ്ണിങ്, സ്ലീപ്പ് ക്വാളിറ്റി, നേരത്തെ ഉറങ്ങുന്നത്, നേരത്തെ എഴുന്നേക്കുന്നത്. എല്ലാവർക്കും സെയിം റൊട്ടീൻ ആയിരിക്കത്തില്ല. എനിക്കല്ലാതെ ആൾക്കാരെ അറിയാം. സമ്മൺ ഹു സ്ലീപ്സ് അറ്റ് 3 o'clock in the morning, wakes up at 10, 11 o'clock, അങ്ങനത്തെ ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ ഞാൻ ആവറേജ് എടുക്കാൻ നേരത്തെ ഇതൊക്കെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം
ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അവരെന്താ ചെയ്യുന്നത് ജസ്റ്റ് ട്രൈ ടു കോപ്പി ദാറ്റ്. മനസ്സിലായില്ലേ? അപ്പോഴാണ് നമ്മൾ ഇഫ് യു ആക്ട് ലൈക്ക് യു ഹവ് ഓൾറെഡി അച്ചീവ്ഡ് ഇറ്റ്, നമ്മൾ വി ആർ ഓൾറെഡി ഇൻ ദാറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഇവൻച്വലി നമ്മൾ അതിനകത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പം അത് കണക്ക് എനിക്ക് ഓൾറെഡി റൺ ചെയ്യുന്ന ബിസിനസ്സുകൾ മാനേജ് ചെയ്യാൻ കുറച്ച് ടൈം സെറ്റ് ചെയ്ത് വെക്കണം. അത് കണക്ക് എനിക്കിനി ഫേർദർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കുറച്ച് മാറ്റി വെക്കണം. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അറ്റ് ദ മൊമെൻറ്റ്. ഇപ്പോൾ ന്യൂ ഇയർ ആയപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ അതാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ടാർഗറ്റ്സ് ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഗോളിലേക്ക് ചെന്ന് എത്താൻ പറ്റത്തുള്ളൂ ബൈ ദ എൻഡ് ഓഫ് 2026. അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാം, ഇത് ഓർമ്മ വന്നു എന്നാൽ പിന്നെ ഇത് കുറച്ച് ചെയ്യാം, ഇത് ഓർമ്മ വന്നു എന്നാൽ പിന്നെ ഇത് കുറച്ച് ചെയ്യാം, ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ വരച്ചു ശരിയാണല്ലോ ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഡീൽ സോഴ്സിങ് ചെയ്തില്ലല്ലോ എന്നാൽ പിന്നെ ഡീൽ സോഴ്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും സെറ്റ് ടൈം ഇന്ന കാര്യത്തിന് വേണ്ടി ചിലവാക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് അങ്ങ് പോകും. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് ബൈ ദ എൻഡ് ഓഫ് 60 days അത്രയും കുറച്ച് ചെയ്തെല്ലാം കൂടെ ആഡപ്പായി ഒരു റിസൾട്ടിൽ വന്നെത്തും. സത്യം. ഇപ്പം ഞാനും ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, ഐ മീൻ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുവാണ് ചില ടൈമിൽ. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ എൻഡ് അപ്പ് ഡൂയിങ് നത്തിങ്ങിലോട്ട് എത്തും. അതെ. അപ്പം ഇപ്പം ഞാൻ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ട് അതാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് കംപ്ലീറ്റായി ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് വേറൊരു കാര്യത്തിലേക്ക് പോകുന്നത്. അതാണിപ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രോപ്പറായിട്ട് ചെയ്തു പോകാനായിട്ട്. അതെ. അത് നമ്മൾ അലി അബ്ദാലിൻ്റെ ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ആക്ച്വലി വേണ്ടത് കൂടുതൽ സമയമല്ല. നമ്മൾ പറയുന്നില്ലേ കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നില്ല എനിക്കിതും കൂടെ ചെയ്യാമായിരുന്നു. അങ്ങനെയല്ല, നമുക്ക് ചെയ്യാൻ വേണ്ടി അസൈൻ ചെയ്ത് വെച്ചേക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ് പ്രൊഡക്ടിവിറ്റി കിട്ടുവാണെങ്കിൽ അത്രയും ടൈം മതി നമുക്ക്. അതിൽ കൂടുതൽ ടൈം വേണ്ട. ഇഫ് യു ഹാവ് ഒരു എക്സാം പഠിക്കാൻ ബിലാലിന് ഒരു ദിവസമുണ്ട്, അതേ എക്സാം പഠിക്കാൻ ബിലാലിന് ഒരാഴ്ചയുണ്ട്. നമ്മൾ ഒരാഴ്ച ഉള്ള സമയത്ത് തീർക്കുന്ന അതേ കാര്യം തന്നെ നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർക്കും. നമ്മൾ ആ ഒരു ദിവസത്തിൽ നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? സോ ഇഫ് യു ഓൺലി ഹാവ് 1 day യു വിൽ മേക്ക് ഷുവർ യു വിൽ ഗെറ്റ് ദാറ്റ് ഡൺ ഇൻ 1 day. മനസ്സിലായില്ലേ? പക്ഷെ ഒരാഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഫുള്ളി പ്രൊഡക്റ്റീവായിട്ട് നിന്ന് ചെയ്യുവാണെങ്കിൽ അത്രയും അസൈൻ ചെയ്ത ആ ഒരു സമയത്ത് തന്നെ നമുക്കത് തീർക്കാൻ പറ്റും. അപ്പോൾ ഫുള്ളി അതിനകത്തേക്ക് ഫോക്കസ് ചെയ്താൽ മാത്രം മതി. വെൻ യു ഈറ്റ് യു ജസ്റ്റ് ഈറ്റ്, വെൻ യു വർക്ക് യു ജസ്റ്റ് വർക്ക്, വെൻ യു എക്സസൈസ് ജസ്റ്റ് ഡു എക്സസൈസ്. മനസ്സിലായില്ലേ? നമ്മൾ ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ കിടന്ന് കറങ്ങുമ്പോൾ യു എൻഡ് അപ്പ് ഡൂയിങ് നത്തിങ്. സത്യം. അതാണ് സംഭവം. എനിക്കത് പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഞാനത് ഒരു കാര്യം തന്നെ മെയിൻലി ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ. നമുക്ക് ഞാൻ നേരത്തെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ സം വൺ ഹു ഹാസ് ടു മെനി തിങ്സ് ടു ഡു, നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, ഇത് കണക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പൈപ്പ് ലൈനിലുണ്ട്, കുറേ എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് എന്നുള്ള ഒരാളാണെങ്കിൽ യു ക്യാൻ ഡ്രോ ഒരു 4 quadrants. 4 quadrants വെച്ചിട്ട് ടോപ്പ് ലെഫ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻറ്റ്. ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻറ്റ്. മുകളിലത്തെ റൈറ്റ് സൈഡ് ക്വാഡ്രന്റിൽ ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോട്ട് അർജൻറ്റ്. ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻറ്റ്, ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോട്ട് അർജൻറ്റ്. താഴത്തെ ലെഫ്റ്റ് സൈഡ് ക്വാഡ്രന്റിൽ നോട്ട് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻറ്റ്. താഴത്തെ റൈറ്റ് സൈഡിൽ ക്വാഡ്രന്റിൽ നോട്ട് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോട്ട് അർജൻറ്റ്. ഇതിൽ നോട്ട് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോട്ട് അർജൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യത്തില്ല, കളയും. മനസ്സിലായില്ലേ? എന്നിട്ട് ബാക്കിയുള്ള 3 സാധനങ്ങൾ നമ്മൾ ക്വാഡ്രൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതണം. അതായത് ബിലാൽ ഇങ്ങനെ ആലോചിക്കണം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളത്, ഈ കാര്യം അച്ചീവ് ചെയ്യാൻ ഇതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഈ കാര്യം അച്ചീവ് ചെയ്യാൻ ഞാൻ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, അടുത്ത കാര്യം അച്ചീവ് ചെയ്യാൻ ഞാൻ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നൗ യു നോ വാട്ട് ഓൾ യു ആക്ച്വലി ഹാവ് ടു ഡു, ദ സ്റ്റെപ്സ്. അതിന് മേലെയാണ് അച്ചീവ് ചെയ്യാനുള്ള സാധനങ്ങൾ, അതിന് താഴെയാണ് സ്റ്റെപ്സ്. ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ സ്റ്റെപ്സിലെല്ലാത്തിലും ഏറ്റവും ഇപ്പം തന്നെ ചെയ്തേ പറ്റൂ. ഇപ്പോൾ ചില കാര്യം, ഇപ്പോൾ ബിലാലിന് പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് ഇറങ്ങി, അല്ലെങ്കിൽ ഒരു ടെനൻ്റ് ഇറങ്ങി, ആ ടെനൻ്റിൻ്റെ ഡെപ്പോസിറ്റ് പെട്ടെന്ന് ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ദാറ്റ്സ് പ്രോബ്ലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻറ്റ്. മനസ്സിലായില്ലേ? അത് ഇപ്പം തന്നെ ചെയ്യണം. മനസ്സിലായി? അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ചെയ്യാനുള്ളതൊക്കെ നമ്മൾ അപ്പോൾ ചെയ്ത് തീർക്കാൻ നേരത്താ
നമ്മളിപ്പം നമുക്ക് എല്ലാവർക്കും ലൈഫിലുള്ള സ്ട്രെസ് എന്താണെന്നറിയാം. വി ഹാവ് മെനി തിങ്സ് ടു ഡു, പക്ഷെ വി ഹാവ് ഡൺ ദാറ്റ്. അതുകൊണ്ടാണ് ആ സ്ട്രെസ് അവിടെ കിടക്കുന്നത്. വൺസ് യു ഫിനിഷ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദി ഏർജൻറ്റ് സ്റ്റഫ്, ഈ സ്ട്രെസ് പതുക്കെ അങ്ങ് പോകും. നമ്മളെല്ലാവരുടെയും സ്ട്രെസ് അതാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിയാം, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ദാറ്റ്സ് ദി ഓൺലി റീസൺ നമുക്ക് സ്ട്രെസ് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ചെയ്യാനുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാനുള്ള അച്ചീവ് ആവും. അപ്പോഴത്തേക്ക് സ്ട്രെസ് ഇവഞ്ചുവലി ഇല്ലാതാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെയ്ത് തീർക്കാം. ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. പിന്നെന്താ ഉള്ളത്? ഏർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് നോട്ട് ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ അതങ്ങനെ കാറ്റഗറൈസ് ചെയ്യും നമ്മൾ. വെൻ യു ആർ റണ്ണിങ് എ ബിസിനസ്, ഞാൻ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ഡെലിഗേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഞാൻ നോട്ട് ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഞാൻ ചെയ്യത്തില്ല, ഞാൻ വേറെ ആളെ വെക്കത്തേ ഉള്ളൂ. കാരണം അത് എന്നെ ട്രെയിൻ ചെയ്യും. അപ്പോൾ ഞാൻ വേറെ ആളെ വെച്ച്, സ്റ്റാഫിനെ വെച്ച് ഞാൻ അതെല്ലാം ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഏർജൻറ്റ് അല്ല. സോ ഐ വിൽ ഡു ദാറ്റ്. സോ ഐ ക്യാൻ ടേക്ക് മൈ ടൈം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡെലിഗേറ്റ്. അപ്പോൾ ഇത് കണക്ക് ക്വാഡ്രൻറ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനും ആവശ്യമില്ലാത്തത് കളയാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ ചെയ്യാനുള്ളത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തന്നെ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ തന്നെ ചെയ്യുകയും ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്കൊരു ക്ലാരിറ്റി കിട്ടിക്കഴിയും. പക്ഷേ ഇത് എഴുതണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് ഡു യു ആക്ച്വലി നീഡ് ടു ഡു. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള സാധനങ്ങൾ. അതിന് താഴെ അതെ, ആ അച്ചീവ് ചെയ്യാനുള്ള സാധനങ്ങൾ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സാണ് ചെയ്യാനുള്ളതെന്ന് അതിൻ്റെതായ അടിയിലോട്ട് എഴുതും. അതാണ് നമ്മളെ ആക്ഷനബിൾ സ്റ്റെപ്സ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അത്രയും ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് തോന്നിച്ചാൽ വേറൊരു ടെസ്റ്റ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അടുത്ത ഒരു 5 ദിവസത്തേക്ക് ഓരോ മണിക്കൂറിലും ഫോണിൽ ഒരു അലാം വയ്ക്കും. എന്നിട്ട് ആ കഴിഞ്ഞ മണിക്കൂർ ബിലാൽ എന്താ ചെയ്തതെന്ന് ബിലാൽ എഴുതിയിടും. അതായത് ഇപ്പോൾ രാവിലെ ബിലാൽ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, രാത്രി ഒരു 9 മണിക്ക് കിടക്കുന്നെങ്കിൽ 6 മണി, 7 മണി, 8 മണി, 9 മണി, 10 മണി, രാത്രി 9 മണി, 10 മണി വരെ ഫുള്ള് ഓരോ മണിക്കൂറിലും കഴിഞ്ഞ ഒരു മണിക്കൂർ എന്താ ചെയ്തത് നമ്മൾ എഴുതിയിടും. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഏത് സാധനത്തിനാണെന്ന്. ആ സാധനം ഞാൻ ഈ പറഞ്ഞ ക്വാഡ്രന്റിനകത്ത് എവിടെയാണ് വരുന്നതെന്ന് നോക്കണം. ചിലപ്പം ഏർജൻറ്റും ഇമ്പോർട്ടൻറ്റും അല്ലാത്ത കാര്യത്തിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലാണ് നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നത്. അങ്ങനെയാണ് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്റ്റെപ്സ് ആക്കി മാറ്റുമ്പോഴാണ് ആക്ച്വലി നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, ഏതാണ് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്സ് എല്ലാം നമ്മളിപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? നമ്മൾ എവിടെ സമയം കളയുന്നു എന്ന് കണ്ടുപിടിച്ച്, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ച്, നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച്, അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടുപിടിച്ച്. ഇതാണ് പക്ക പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ടാർഗറ്റ്സ് വെക്കുന്നത്, അച്ചീവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് മൈറ്റ് ഫീൽ റോബോട്ടിക്, പക്ഷെ ദ ഫൺ ഫാക്ട് ഇസ് മറ്റു പലരും 5-8 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്നത് നമ്മളൊരു വർഷത്തിൽ അച്ചീവ് ചെയ്യും. യു ക്യാൻ ലിറ്ററലി ടൈം ട്രാവൽ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പം അത് നമ്മൾ കുറേ നാൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസൾട്ട് കിട്ടിയിരിക്കും. അങ്ങനെയാണത്. മനസ്സിലായില്ല? അപ്പോൾ അത് നമ്മളെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരിത് മനസ്സിലാക്കണം. ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ നാൾ അഹെഡായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വേണം എന്ന് അത്രയും ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഒബ്വിയസ്ലി ദേ വിൽ സാക്രിഫൈസ്. അങ്ങനെയാണല്ലോ. നമ്മളിപ്പം ജിമ്മിൽ പോയി 6 പാക്ക് ആക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡെസേർട്ട് കഴിക്കാൻ പറ്റത്തില്ല. കുറേ കാർബ് അവോയ്ഡ് ചെയ്യണം. ചിലപ്പം അതിരാവിലെ എഴുന്നേറ്റ് ജോഗ് ചെയ്യാൻ പോകേണ്ടി വരും. കുറേ സ്ട്രിക്റ്റ് ഡയറ്റ് ആയിരിക്കും. വെള്ളം കുടിക്കുന്നതിന് അളവ് കാണും, ഉറങ്ങുന്നതിന് ക്രൈറ്റീരിയ കാണും. അതൊക്കെ ഇഷ്ടമുള്ള ആളാണോ? നമുക്ക് ഒബ്വിയസ്ലി ഇഷ്ടമുള്ളപ്പോൾ കഴിക്കുക, TV കാണുക, റിലാക്സ് ചെയ്യുക, എല്ലാവർക്കും അത് തന്നെ ഇഷ്ടം. മനസ്സിലായില്ലേ? അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ എന്താ പറ്റും? നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് വരും. ഈ പറഞ്ഞ ഭയങ്കര ഫിറ്റ് ബോഡി, 6 പാക്ക് അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതേ കണക്കത്തുള്ള ഒരു ഫൈനാൻഷ്യൽ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സാക്രിഫൈസ് ആണ് ഞാൻ ഈ പറയുന്നത്. അതെ അതെ, എനിക്കും തോന്നിയൊരു മെയിനായിട്ടുള്ള കാര്യം, എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. മനുഷ്യനാണല്ലോ, എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമാണ്, ഭൂരിഭാഗം ആൾക്കാർക്കും. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടാനോ അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് ഇട്ട് അങ്ങനെ ഒരു സർക്കിളിലോട്ട് എത്താനോ അതിലൊന്നും ആരും അങ്ങനെ ട്രൈ ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ അധികം തോന്നിയിട്ടില്ല. ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നല്ല റിസൾട്ടും ഉണ്ട്. അത് രസം എന്താണെന്ന് വെച്ചാൽ, ഫിറ്റ് ബോഡി ആക്കാൻ ദർ ആർ ജിംസ് എവറിവെയർ. എല്ലായിടത്തും ജിംസ് ഉണ്ട്. ഈ ഫൈനാൻഷ്യൽസ് ഫിക്സ് ചെയ്യാൻ ഇസ് ദർ എ സ്കൂൾ സംവെയർ, ഫൈനാൻഷ്യൽ സ്കൂൾ എവിടെയില്ല. സോ ദർ നോ കമ്മ്യൂണിറ്റി, ദർ നോ ഗ്യാതറിങ്. മനസ്സിലായില്ലേ? ഫിറ്റ് ആവണമെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും അത് അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്. അതെവിടെയാണ്? ജിമ്മ്.
ജിമ്മിൽ ചെല്ലും, ഫിറ്റ്നസ് ട്രെയിനറിന് പൈസ കൊടുക്കും, അത് ഫുള്ള് സെറ്റാക്കും. അങ്ങനെ ഇസ് ദ സംവെയർ യു ക്യാൻ ഗോ നമ്മളെ ഫൈനാൻസസ് ഫിക്സ് ചെയ്യാനായിട്ട്. അതിന് പക്ഷേ ആരും പൈസ ചിലവാക്കത്തില്ല, അത് പറ്റത്തില്ല. സത്യം സത്യം സത്യം. സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കയറി 30,000 അണ്ടർ ഗ്രാജുവേറ്റ് പഠിക്കാൻ 30,000 40,000 പൈസ കൊടുത്ത് 4 വർഷം 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം ക്ലാസ്സിലും പോയി എല്ലാം കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഈ 2,000. ഈ 2,000 കിട്ടാൻ ഇത്രയും പണിയെടുക്കും. 5 വർഷം എല്ലാ ദിവസവും യൂണിവേഴ്സിറ്റിയിലും പോയി എക്സാമും എഴുതി തലവത്തിനൊന്ന് പഠിച്ച് അത് പാസ്സായി പ്രാക്ടിക്കലും പാസ്സായി ഇത്രയും വർഷം സമയം കളഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വന്ന് എന്നിട്ട് പിന്നെ ജോലി തപ്പണം. അവർ ജോലിയും തരത്തില്ല, ജോലി പിന്നെ നമ്മൾ തന്നെ തപ്പിക്കണം. ആരെങ്കിലും കിട്ടിയാൽ കിട്ടി. എന്നിട്ട് ഈ 2,000 പൗണ്ട് കിട്ടാൻ ഇത്രയും പണിയെടുക്കും. പക്ഷേ ഈ 2,000-ന് മേലെ ഒരു എക്സ്ട്രാ കാശ് എവിടെയെങ്കിലും ഒരു ബിസിനസ്സിൽ കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് പഠിക്കാൻ പൈസ ചിലവാക്കാനും പറ്റത്തില്ല. അതിനുവേണ്ടി ടൈമില്ല, എനിക്ക് ഇത്രയും ടൈമേ ഉള്ളൂ, എഫേർട്ട് ഇടാനും വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. പക്ഷേ എനിക്ക് 2,000 പൗണ്ട് എക്സ്ട്രാ വേണം. ഈ 2,000 പൗണ്ട് കിട്ടാൻ ഇത്രയും പണി എടുക്കുന്നെങ്കിൽ എന്നാൽ പിന്നെ വേറൊരു എക്സ്ട്രാ ഒരു 500 പൗണ്ട് കിട്ടാൻ എത്ര പണി എടുക്കണം? അത് ആരും മനസ്സിലാക്കുന്നില്ല, അത് ചെയ്യുന്നില്ല. പക്ഷെ എവിടെയും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഒരു റിസ്ക്കും ഇല്ലാതെ അധികം ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഗ്യാരണ്ടീഡായിട്ട് എല്ലാ മാസവും പൈസ കിട്ടുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അത് അങ്ങനെ ഒരു സാധനം ഇല്ല. ഈ 2,000 പൗണ്ട് ഉണ്ടാക്കാൻ ഇത്രയും എഫേർട്ട് ഇടുന്നെങ്കിൽ ഒബ്വിയസ്ലി അത്രയും കാശ് തന്നെ എക്സ്ട്രാ ഉണ്ടാക്കണമെങ്കിൽ അതേ എഫേർട്ട് ബിസിനസ് ചെയ്യണം. ഇവഞ്ച്വലി നമ്മൾ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന നടക്കുക. ഒരു ഫ്ലൈറ്റിൻ്റെ ഏറ്റവും കൂടുതൽ പെട്രോൾ കുടിക്കുന്നത് എപ്പോഴാണ്? എണ്ണ കുടിക്കുന്നത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ്. ഏറ്റവും എഞ്ചിൻ എഫേർട്ട് ഇടുന്നതും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ്. ഏറ്റവും റെസിസ്റ്റൻസ് ഉള്ളതും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ്. ഇത് കയറി മോളിൽ കഴിഞ്ഞാൽ എല്ലാം സ്റ്റേബിളാണ്, കാരണം മുകളിൽ എയർ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് കുറവാണ്, നല്ല ഫാസ്റ്റായിട്ട് ഫ്ലൈറ്റ് പോകും. അപ്പോഴത്തേക്ക് എനർജി അധികം എടുക്കുന്നില്ല, ഫ്യൂല് സേവ് ചെയ്യാനും പറ്റും. അപ്പം ആ ഒരു റെസിസ്റ്റൻസിലോട്ട് വരുമ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജസ് അങ്ങനെയാണ്. ടേക്ക് ഓഫ് ചെയ്ത് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്മൂത്തായിട്ട് പോകും. അപ്പോൾ ഇനിഷ്യലി ഉള്ള ആ ഒരു എഫേർട്ട് ഇട്ടേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ആ ഒരു ഗോളിലേക്ക് എത്താന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. അതെ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ റീസെൻ്റ്ലി ചോദിച്ച ഇതായിരുന്നു, അതായത് നമുക്കിത് തന്നെ ഓരോ കാര്യങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഇതിൽ. അപ്പോൾ എനിക്ക് മെയിൻലി ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എഫേർട്ട് ഇടാനും നിങ്ങൾക്ക് അതിന് റെഡി ആയിട്ടാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ടൈം എടുക്കും. ഐ മീൻ നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് ടൈം ആൻഡ് മണി. അതെ, സത്യം. കാരണം നിങ്ങൾക്ക് കുറേ ലോസ് ഉണ്ടാവും, അങ്ങനെ മണി നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോകും. പിന്നുള്ളത് ടൈം. സോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇത് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് വർക്കൗട്ട് ആയ ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എടുക്കുന്ന ഒരു 7 years അല്ലെങ്കിൽ 8 years നിങ്ങൾക്ക് ഇവിടെ ഒരു 1 year ചെയ്യാൻ പറ്റും, ചെയ്ത് തീർക്കാൻ പറ്റും. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ ബിരിയാണിക്ക് 250 രൂപ. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? 150 രൂപയുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി 200 രൂപയ്ക്ക് ടാക്സി പിടിച്ച് വേറൊരു സ്ഥലത്ത് പോയി അവിടെ പോയി 150 രൂപയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് അടുത്ത് 200 രൂപയ്ക്ക് ടാക്സി പിടിച്ച് തിരിച്ചു വരുന്നത്. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. സത്യമാണ്. അതെ, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. ഇപ്പം അത് പറഞ്ഞപ്പോൾ ഞാനത് ആലോചിക്കുമായിരുന്നു, അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണെന്നുള്ളത്. ഈ ഒരു കടയിൽ 250 മറ്റേടത്ത് 150 ഉള്ളൂ. പക്ഷെ ദേ ആർ നോട്ട് തിങ്കിങ് വാട്ട് ഇസ് ഇറ്റ് ആക്ച്വലി കോസ്റ്റിംഗ് ദം ടു ഗെറ്റ് ദാറ്റ് ചീപ്പർ വേർഷൻ. മനസ്സിലായില്ലേ? അത് കാരണം ഉണ്ടാകുന്ന സമയവും ബാക്കിയുള്ള എക്സ്പെൻസും ഇതൊന്നും അവർ കാണുന്നില്ല. പക്ഷെ അവരുടെ മൈൻഡിൽ എനിക്ക് 150 രൂപയ്ക്ക് ബിരിയാണി കിട്ടി, 250 രൂപ ഞാൻ കൊടുത്തില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അത് ചെയ്ത് തന്നെ പല ആൾക്കാരും പഠിച്ച് പണി കിട്ടിയിട്ടാണ് ആ ഒരു ചിലവ്, നഷ്ടങ്ങൾ, പൈസയും സമയവും വന്നതിന് ശേഷമാണ് നമ്മളടുത്ത് വന്ന് കാര്യം പറയുന്നത്. സത്യം. ഇപ്പം ഒരു നോർമൽ, അതായത് ഒരു ബേസിക് റുട്ടീനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ലല്ലോ. അപ്പം ലൈഫിൽ ആ ഒരു ടൈമിൽ, അതായത് ഇങ്ങനൊരു നോർമൽ അല്ലെങ്കിൽ ഒരു ബേസിക് റുട്ടീനിൽ പോയാൽ പോരാ എന്ന് തോന്നിയത് ഏത് ടൈമിലാണ് മെയിനായിട്ട്? ഇപ്പോൾ UK അത് 5 years ആയിട്ടുണ്ടായിരിക്കുമല്ലേ UK വന്നിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ബേസിക് റുട്ടീനിൽ പോയിട്ട് കാര്യമില്ല എന്ന് മെയിനായിട്ട് അപ്പോൾ തോന്നിയത് ഏത് ടൈമിലാണ്? അത് എനിക്ക് തോന്നിയത്, ഞാനൊരു 15 വർഷമായിട്ട് ജിമ്മിൽ പോകുന്ന ആളാണ്. അപ്പം ഐ ഡു മെനി അതർ ഡയറ്റ്സ്, എക്സ്ട്രാ കുറേ വർക്കൗട്ട്. അപ്പം ഞാനിതൊക്കെ ചെയ്യാൻ നേരത്ത് ഐ ജസ്റ്റ് സീ my friends just sitting watching TV അങ്ങനെയൊക്കെ. So I did many things extra.
അത് കാരണം അതിൻ്റെ റിസൾട്ടായിട്ട് എനിക്ക് ബെറ്റർ ബോഡി, ബെറ്റർ ഫിസിക്ക്, കൂടുതൽ സ്ട്രെങ്ത്, അങ്ങനെ കുറേ കിട്ടി. സോ ഐ ഡിഡ് സംതിങ് എക്സ്ട്രാ. അപ്പോൾ ഇതേ കണക്ക് ഞാൻ ഈ UK വന്നപ്പോഴും ഐ സീ അതർ പീപ്പിൾ ട്രാവലിംഗ് ഇൻ ഫെറാറീസ്, പോർഷേസ്. അപ്പോൾ ലൈക്ക് ഞാൻ ആലോചിക്കും ഇവരെന്താ ഇവർ ചെയ്യുന്നത്, ലൈക്ക് എന്ത് ചെയ്തിട്ട് അവരത് വാങ്ങിക്കുന്നത്, നമുക്കെന്താ അത് പറ്റാത്തത് വാങ്ങിക്കാനായിട്ട്. സോ അവരെന്താ ചെയ്യുന്നത് മനസ്സിലായി. നമ്മൾ ഫിറ്റായിട്ടുള്ള ഒരാളെ കണ്ടാൽ വി ജസ്റ്റ് അസ്യൂം ഹി ഡയറ്റ്സ്, ഈ എക്സസൈസസ്, ഉറക്കം എല്ലാം കറക്റ്റാണ്. അതുപോലെ ദർ ഷുഡ് ബി സംതിങ് സ്പെഷ്യൽ വിച്ച് ദീസ് പീപ്പിൾ ആർ ഡൂയിങ്. ദാറ്റ്സ് വൈ അവർക്ക് ആ ഒരു വീടും ആ ഒരു കാറും, ഐ എം നോട്ട് സെയിങ് ഓൾവേസ് ഹൗസ് ആൻഡ് കാസ്, വേറെ ഇഷ്ടമുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് കാസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ബ്രാൻഡ് അങ്ങനെയൊന്നും ഞാൻ എടുത്തില്ല, എല്ലാം സാധാ സാധനങ്ങളാണ് ഞാൻ ഇടുന്നത്. ബോഹുമാൻ, സാധാ ആപ്പിൾ വാച്ച്, ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ, നത്തിങ് എക്സ്പെൻസീവ്. അപ്പം എനിക്ക് പക്ഷെ കാസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഇഷ്ടങ്ങൾ അച്ചീവ് ചെയ്യാൻ അവരെന്താ ചെയ്തത്, അവരെങ്ങനെ അത് അഫോർഡ് ചെയ്തത്. അപ്പം ഇതിൻ്റെ എല്ലാ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് മണിയാണ്. അപ്പം വാട്ട് ആർ ദേ ഡൂയിങ് എക്സ്ട്രാ ടു മേക്ക് ദാറ്റ് എക്സ്ട്രാ ഇൻകം. അപ്പം അപ്പോഴത്തേക്കാണ് ഈ മണി മേക്കിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി കൂടുതൽ എൻക്വയറി ചെയ്ത് തുടങ്ങിയത്. അതിനെപ്പറ്റി എല്ലാവരെയും പോലെ തന്നെ ഗൂഗിള് അതൊക്കെ വെച്ച് തുടങ്ങി. ChatGPT ഒന്നും ഇല്ലായിരുന്നു, ഗൂഗിള്, യൂട്യൂബ് ഒക്കെ വെച്ച് തുടങ്ങി. പിന്നെ ഞാൻ നോക്കും പൈസ ഉണ്ടാക്കിയ ആൾക്കാരെ എങ്ങനെയെങ്കിലും അപ്രോച്ച് ചെയ്യാൻ നോക്കും, അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ഇങ്ങനെ റാൻഡം ഒരാളെടുത്ത് പോയി സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷെ ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. കാര്യം അറിയാൻ വേണ്ടി നമുക്ക് കാര്യം ചോദിച്ചേ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ. കാര്യം അറിയാൻ കഴുതക്കാരെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവരൊക്കെ വലിയ അച്ചീവ് ചെയ്ത ആൾക്കാർ. അപ്പം നമുക്ക് അങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കേണ്ടിയും ചോദിക്കേണ്ടിയും വന്നു. എന്നിട്ട് ഇവൻച്വലി ഇറ്റ്സ് നോട്ട് ഈസി ടു ബി വിത്ത് ദം. അവർ അക്സസ് പോലും തരത്തില്ല. അവർക്ക് നെഗറ്റിവിറ്റി കിട്ടാതിരിക്കാനാണെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അവർ നമ്മൾ സാധാരണക്കാരുമായിട്ട് ക്ലോസ് ആവത്തോലുമില്ല, മനസ്സിലായില്ല. കാരണം നമ്മൾ ആസ് എ നോർമൽ പേഴ്സൺ വി ആർ ഗുഡ് അറ്റ് വേസ്റ്റിംഗ് ഈവൻ അവർ ടൈം. അപ്പോൾ അവരുടെ സമയം അവർ കളയാൻ അവർ ഹാപ്പി അല്ല. അതുകൊണ്ടാണ് അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാതെ. അല്ലാതെ നമ്മളോട് വെറുപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഇവൻച്വലി ഐ ദെൻ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദീസ് കണക്ഷൻസ്. ഐ ഹാഡ് ടു മേക്ക് പേയ്മെൻറ്റ്സ്. ആ പൈസ എവിടെ നിന്ന് കിട്ടി? ജോലി ചെയ്ത് കിട്ടി. ദാറ്റ്സ് ദി ഓൺലി വേ. അല്ലാതെ ഐ കുഡൻ അഫോർഡ് എനിത്തിങ്. സോ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി അവർ എവിടെയും കൊണ്ട് കൊടുക്കും. അവരുടെ കൂടെ എങ്ങനെയെങ്കിലും കൂടാൻ നോക്കും. അവർ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കും. അങ്ങനെയാണ്. ഇറ്റ്സ് നോട്ട് ദ ഡെയിലി റൊട്ടീൻസ്. നമ്മളത് ജോലിക്ക് പഠിച്ചിറങ്ങി, ജോലിക്ക് പോയി ശമ്പളം കിട്ടി, ഹയർ പേ, അവർലി പേ കൂട്ടാൻ നോക്കുന്നു, പ്രൊമോഷൻ കിട്ടാൻ നോക്കുന്നു. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് പാത്ത് എന്നപ്പോഴാണ് ഒരു ക്ലാരിറ്റി കിട്ടിയത്. അങ്ങനെയാണ് ഈ ഒരു നോർമൽ റൊട്ടീൻ ചെയ്താൽ പോരാ, സംതിങ് എക്സ്ട്രാ ചെയ്യണം. അങ്ങനെയാണ് ഐ സ്റ്റാർട്ടഡ് ഫോളോയിങ് ഓൺ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ പീപ്പിൾ ഹു ഹാസ് ഓൾറെഡി അച്ചീവ് ദീസ് തിങ്സ്. അപ്പോൾ അവർ ദേ മേക്ക് എ ലോട്ട് ഓഫ് വീഡിയോസ്. അപ്പം ഇത്രയും വീഡിയോ എടുക്കണമെങ്കിൽ ഇറ്റ്സ് ഗോണ കൺസ്യൂം ടൈം. അത്രയും ടൈം അവർ വീഡിയോ എടുക്കാൻ ചിലവാക്കുന്നെങ്കിൽ ദർ ഷുഡ് ബി സംതിങ് ഇമ്പോർട്ടൻറ്റ് അബൌട്ട് മേക്കിംഗ് വീഡിയോസ്. വൈ ആർ ദേ മേക്കിംഗ് വീഡിയോസ്? മനസ്സിലായില്ലേ? അവർക്ക് ഇത്രയും പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ വീഡിയോ ഇടുന്നതെന്നാ ചോദിക്കുന്നത്. യൂസുഫ് അലിക്ക് കുറേ കാശുണ്ട്, യൂസുഫ് അലിക്ക് എന്തിനാണ് ഇൻസ്റ്റാഗ്രാം? മനസ്സിലായില്ലേ? അപ്പോൾ ദർ ഈസ് ഓൾവേസ് എ പേർപ്പസ്. മനസ്സിലായില്ലേ? നമുക്ക് ദ മോർ അട്രാക്ഷൻ യു ക്രിയേറ്റ്, അല്ലെങ്കിൽ ദ മോർ ക്രൗഡ് യു ക്യാൻ ഗ്യാദർ, ദാറ്റ്സ് വേ ദ മണി ഫ്ലോസ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടം അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഒബ്വിയസ്ലി നമ്മളെ ഫേസ് ആരും അറിയാതെയും പൈസ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ എം നോട്ട് സെയിങ് അങ്ങനെ പറ്റില്ല എന്നല്ല, പക്ഷേ മെജോറിറ്റി ഇതാണ് ഇപ്പോഴത്തെ ഒരു കാലം. ഇങ്ങനെയാണ് മെജോറിറ്റി, ഇങ്ങനെയാണ് നമ്മൾ ക്രൗഡ് ഗ്യാതറിങ്. പക്ഷേ യു ഷുഡ് ഓൾസോ നോ ഹൗ ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. എങ്ങനെയാണ് അവിടുന്ന് കൂടുതൽ ബിസിനസ് നടക്കുന്നത്, മനസ്സിലായില്ലേ? അവിടുന്ന് കൂടുതൽ കണക്ഷൻസ് കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മളെ പ്രോഡക്റ്റോ സർവീസോ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതൊക്കെ വേറെ വേറെ സ്കിൽസാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ തപ്പിപ്പിടിച്ച് എന്താണ് പഠിക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ തന്നെ പാടായിരുന്നു. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആരെങ്കിലുമൊക്കെ ഉണ്ട് പറഞ്ഞു തരാൻ. എനിക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് ആരോട് ചോദിക്കണം എന്ന് പോലും ആരുമില്ല. അത് കണ്ടുപിടിക്കുന്നതായിരുന്നു ഏറ്റവും പാട്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതാര് പഠിപ്പിക്കുന്നുണ്ടോ നോക്കും, എന്നിട്ട് അവരുടെ അപ്രോച്ച് ചെയ്യും. അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1 by 1 എടുത്തെടുത്ത് ഇങ്ങനെ ഓരോന്നും പഠിച്ച് വരുന്നത്. ഐ എം സ്റ്റിൽ സ്റ്റഡി. അപ്പം ഈ നോർമൽ റൊട്ടീൻ വെച്ച് കാര്യങ്ങൾ നടക്കത്തില്ല. ദർ ആർ സർട്ടൻ അതർ തിങ്സ് വിച്ച് യു നീഡ് ടു ഡു. ഇപ്പോൾ തന്നെ ഐ എം ഡൂയിങ് സംതിങ് എക്സ്ട്രാ. ഞാൻ മുമ്പ് ചെയ്യാത്ത ഹെൽത്ത് റിലേറ്റ് ചെയ്ത് സ്ലീപ്പ് ട്രാക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഓരോന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇതൊന്നും പണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. യു ആർ ഓൾവേസ് ഗ്രോയിങ്. നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മളിങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ കണ്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യും. നോട്ട് പുതിയതായിട്ട് ഞാനൊന്നും കണ്ടുപിടിക്കുന്നതൊന്നുമില്ല. ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. സത്യം, മനസ്സിലായി. ഓക്കെ. പിന്നെ മെയിനായിട്ട് എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ UK നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ പ്ലഷർ വൈസ് നോക്കുകയാണെങ്കിൽ ട്രാവലിംഗ് ആണെങ്കിൽ, പാർട്ടി ചെയ്യുന്നവരാണെങ്കിൽ പാർട്ടി, അങ്ങനെ
ആ ഒരു ഇതിൽ അവിടെ നിന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു സർക്കിൾ കിട്ടുക എന്നുള്ളത് വളരെ പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ മെയിനായിട്ട് എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, വീക്കെൻഡ് ആകുമ്പോൾ പാർട്ടിക്ക് പോകുന്നു, പിറ്റേ ദിവസം അതിൻ്റെ ഹാങ് ഓവറിൽ വന്ന് കിടന്നുറങ്ങുന്നു, പിന്നെ മൺഡേ ടു ഫ്രൈഡേ അഗെയിൻ വർക്ക്. അതെ, അപ്പം നമുക്ക് ആ ഒരു സർക്കിൾ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഇത് ഭയങ്കര പാടാണ് കിട്ടാനും. അത് കിട്ടുക എന്നുള്ളതിൽ, അത് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഞാൻ പേഴ്സണലി എൻ്റെ പാർട്ണർ അടുത്ത് തന്നെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇപ്പോൾ UK വന്നിട്ടാണ് ഞാൻ ഇതുവരെ ചെയ്തതിനകത്ത് വൺ ഓഫ് ദ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് നമ്മുടെ ക്ലബ്ബാണെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അവിടുന്ന് കിട്ടിയ നെറ്റ്വർക്കാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയി, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് UK നാട്ടിൽ പോയി നിർത്തി, UK നാട്ടിൽ പോയെങ്കിലും ഐ ക്യാൻ ഡു എ പ്രോപ്പർട്ടി ബിസിനസ് ഹിയർ സ്റ്റിൽ, ബിക്കോസ് എനിക്ക് ആ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട്. അതെ എനിക്ക് അതെ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഞാനിപ്പോൾ റീലൊക്കേറ്റ് ചെയ്ത് മേ ബി ഞാൻ ഇവിടുന്ന് ദുബൈയിൽ പോയി, എവിടെ ആണെങ്കിലും എനിക്ക് സ്റ്റിൽ ഐ ക്യാൻ ഡു പ്രോപ്പർട്ടി ബിസിനസ് ഹിയർ. അതെ അതെ, ആ ഒരു ഫ്രീഡമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നൗ ഓൾസോ അൽഹംദുലില്ലാ യു ഗോട്ട് എ ന്യൂ ഓപ്പർച്യൂണിറ്റി വിച്ച് യു ആർ ട്രൈങ് ടു സ്കെയിൽ അപ്പ്. അപ്പോൾ അത് ഈവൻ പ്രോപ്പർട്ടി അല്ലാതെയും ദേഴ്സ് അനദർ സോഴ്സ് ഓഫ് ഇൻകം ഇൻഷാല്ലാ യു വിൽ ബി ഗെറ്റിംഗ്. അപ്പം ദ ഹോൾ പോയിന്റ് ഇസ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം അത് നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്കില്ല് കാര്യങ്ങൾ ഉള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. ഇമാജിൻ ആ സ്കില്ല് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായില്ല. അപ്പം ദാറ്റ്സ് ദ വാല്യൂ ഓഫ് എ ഹൈ ഇൻകം സ്കിൽ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സ്കില്ല് പഠിച്ചത്. അപ്പോൾ ആ ഒരു ഹൈ ഇൻകം സ്കില്ല് കാരണമാണ് ഈ ബാക്കിയുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും വന്നത്, എവറിത്തിങ്, മനസ്സിലായില്ലേ. അപ്പോൾ ആ ഹൈ ഇൻകം സ്കില്ല് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം ബിലാൽ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ബിസിനസ് ചെയ്ത് ഇതിപ്പോൾ സ്കെയിലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത് ഒരു വലിയൊരു ടാർഗറ്റ് എന്തെങ്കിലും 2026 എൻഡിലത്തേക്ക് വെച്ചിട്ടുണ്ടോ? എനിത്തിങ് 2026 മെയിൻലി ഞാൻ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ബിസിനസ് വൈസിൽ എനിക്ക് സ്കെയിലപ്പ് ചെയ്യണം. അതൊരു കുറച്ച് പ്രോപ്പർട്ടീസിലേക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതൊരു കംപ്ലീറ്റ്ലി പാസീവായിട്ട് ഇൻകം വരുന്ന രീതിയിൽ. അതെ, മെയിൻലി ഞാനിപ്പോൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ഇയർ എൻഡ് ആകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 25 പ്രോപ്പർട്ടീസ് മിനിമം. കാരണം അവിടുന്ന് എനിക്ക് നല്ലൊരു പാസീവിൽ നല്ലൊരു എമൗണ്ട് അതിനകത്ത് നിന്ന് വരും. അതെനിക്ക് അതെ പിന്നെ എനിക്ക് ലൊക്കേഷൻ ഫ്രീഡവും ടൈം ഫ്രീഡവും ഒക്കെ നല്ല രീതിയിൽ അതിൽ നിന്ന് വരും. അതാണ് എൻ്റെ ഫസ്റ്റ് ഫോക്കസ്. പിന്നെ ഇൻഷാല്ലാ ഞാൻ മൈൻഡിലൊരു ഇയറിൽ എടുക്കാനായിട്ടൊരു കാറ് മൈൻഡിൽ വെച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് ഞാൻ ഫുൾ സപ്പോർട്ട് എൻ്റെ അടുത്ത് കാണും. നമുക്ക് പബ്ലിക്കായിട്ട് അത് പറയേണ്ട വണ്ടി ഏതാണെന്നൊന്നും, പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ ആസ്പെക്റ്റിൽ നമുക്ക് എല്ലാ കണക്ഷൻസും നമ്മളുടെ അടുത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എടുക്കുന്നതിന് മുന്നായിട്ട് ഉറപ്പായിട്ട് അത് അറിയിച്ച് എന്നിട്ട് ഞാൻ എന്തായാലും ചെയ്യും. അത് അടുത്ത് എന്തായാലും പറഞ്ഞിട്ട് അത് ചെയ്യും ഡെഫിനറ്റ്ലി. സോ ഇതൊക്കെയാണ് മെയിൻ പ്ലാൻസ്. പിന്നെ നാട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. ഫാദറിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പാക്കി കൊടുക്കണം എന്നുണ്ട്. പിന്നെ ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് നോക്കുക. ഈ ലൈഫ് ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നമ്മളിങ്ങനെ ജനറേഷനിൽ ഇങ്ങനെ വന്ന കുറച്ച് ഒരു ഇതുണ്ടല്ലോ, ഒരു ലൂപ്പുണ്ടല്ലോ, അതിൽ ലൂപ്പിൽ പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് എനിക്ക് അത്യാവശ്യമെങ്കിലും ഇയറിൽ എനിക്കത് ബ്രേക്ക് ചെയ്യണം. അതാണ് മെയിൻ ഗോള്. അപ്പോൾ ഒരു 2026 എൻ്റോടെ 25 പ്രോപ്പർട്ടി കിട്ടിയാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് വണ്ടി എടുക്കുന്ന കാര്യം പറഞ്ഞു. എനിത്തിങ് എൽസ് ആർ യു പ്ലാനിങ്? അതായത് ഇത് കിട്ടിയാലെന്നുള്ളതാണോ? വണ്ടി എന്തായാലും അത് കിട്ടിയില്ലെങ്കിലും ഞാൻ എടുക്കും എന്നുള്ള ഇതിലാണ് ഈ വണ്ടി. അതിന്റെ കൂടെ വേറൊരു പ്ലാൻ. അതെ, ഒബ്വിയസ്ലി ഇഫ് യു ആർ മേക്കിംഗ് മണി യു ക്യാൻ ബൈ ദ കാർ, ആൻഡ് ഒബ്വിയസ്ലി വെൻ യു ബൈ ദ കാർ, if that makes you happy, obviously അത് കാരണം പ്രൊഡക്ടിവിറ്റി കൂടും, you will be able to work more. So I don't personally see that as a bad investment if it makes you happy. If you're trying to make others happy, then വണ്ടി എടുക്കരുത്. മനസ്സിലായി? ഞാൻ എപ്പോഴും പറയുന്നതാണ്, if you are buying a car, any investment അല്ല, if it's good or bad, especially bad ആണെങ്കിൽ ലോകത്ത് മറ്റാരും നമ്മൾ ഈ വാങ്ങിച്ച സാധനം കണ്ടാലും കണ്ടില്ലെങ്കിലും സ്റ്റിൽ ബിലാൽ ഇത് വാങ്ങിക്കുമെങ്കിൽ യു ഷുഡ് ബൈ. പിന്നെ ഈ കാറ് വാങ്ങിക്കാൻ നേരത്തെ അത് കാരണം നമ്മളെ ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുമെങ്കിൽ വാങ്ങിക്കരുത്. അഫക്റ്റ് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൈ. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പേഴ്സണലി നോക്കുന്നത്. മനസ്സിലല്ലേ? അപ്പം നമ്മളെ സന്തോഷിപ്പിക്കുന്നോ എന്ന് മാത്രം നോക്കുക, എന്നിട്ട് അത് ചെയ്യുക, അത്രയേ ഉള്ളൂ.
അതെ, ഇതൊക്കെ എനിക്ക് പ്ലഷർ വരുന്ന കാര്യങ്ങളാണ്, എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാറാണെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നടക്കുക. അതൊക്കെയാണ്. അതെ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ അവരവരുടെ പേഴ്സണൽ ആയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അറ്റ് ദ എൻഡ് ദാറ്റ്സ് ദി ഓൺലി തിങ് മാറ്റേഴ്സ്. ബാക്കിയുള്ളവർ പറയുന്നത് നമുക്ക് നോക്കേണ്ട കാര്യം. അത് നമ്മൾ ഇഫ് യു ഡോണ്ട് ബൈ എ കാർ ബിസിനസ് ചെയ്യുന്നെങ്കിൽ നീ കുറേ ബിസിനസ് ചെയ്യുന്നില്ലേ, ഇതിൻ്റെ അടുത്തൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ഇഫ് യു ബൈ ദ കാർ നമ്മൾ ഷോ ഓഫ് എന്ന് പറയും. നമ്മളത് എന്ത് ചെയ്താലും അത് കുറ്റം പറയാൻ ആൾക്കാരുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഇഫ് യു ആർ ട്രൈങ് ടു പ്ലീസ് അതേഴ്സ് അത് മാത്രമേ നടക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് നോക്കിയേ ചെയ്യരുത്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല, ദാറ്റ്സ് ദി ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ്. ഞാൻ ഇന്നേ വരെ എത്ര നല്ല ചെയ്താലും ചീത്ത ചെയ്താലും എന്ത് ചെയ്താലും കുറ്റം പറയാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ആൾക്കാർ കാണും. മനസ്സിലായില്ലേ? അത് ദാറ്റ്സ് ദ ഗെയിം. വെൻ യു ഗെറ്റ് മോർ പീപ്പിൾ, നമ്മളെ കുറ്റം പറയാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാൻ നേരത്തെയാണ് മറ്റാർക്കെങ്കിലും അച്ചീവ് ചെയ്യാത്ത കാര്യം നമുക്ക് കിട്ടുമ്പോഴാണ് അവർ എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ദാറ്റ്സ് എ ഗുഡ് സൈൻ. അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. അത് എനിക്കത് മെയിനായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മളൊരു കാർ എടുക്കുകയാണ്, ഇപ്പോൾ നമ്മളൊരു ഫെറാറി എടുക്കുകയാണ്, അതിൻ്റെ നമ്മൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. ആ ഫെറാറി ഉള്ള ഒരാൾ വന്നിട്ട് ഒരിക്കലും കുറ്റം പറയില്ല, ഒരിക്കലും പറയില്ല. ഇതില്ലാത്ത ഒരാൾ വന്നിട്ടാണ് കമൻ്റ് ഇടുന്നത്, മോശം പറയുന്നത്, അത് ഷോ ഓഫ് ആണ്, അത് ഇതാണെന്നൊക്കെ പറയുന്നത്. അല്ല, അതിപ്പോൾ നേരെ തിരിച്ചും ഇപ്പം നമുക്ക് ഫെറാറി ഉള്ള ഒരാളുടെ അടുത്ത്, ഇപ്പോൾ ഇക്കാലത്ത് ഞാൻ വന്നിട്ട് ഞാൻ റോൾസ് റോയ്സ് ഓൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ വന്നിട്ട് ഇക്കാലത്ത് ഞാൻ റോൾസ് റോയ്സ് ഫ്യൂച്ചറിൽ ഞാൻ റോൾസ് റോയ്സ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു വിത്തിൻ 2 years ഞാനൊരു റോൾസ് റോയ്സ് വാങ്ങിക്കാനാണ് എൻ്റെ പ്ലാൻ. എന്ത് പറയും? ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന്. പിന്നല്ല, ഞാനാണെങ്കിൽ ഇങ്ങനെ നമ്മളെ കൂടുതലുള്ള ആൾക്കാരെ പുഷ് ചെയ്ത് എട്ടിപ്പിക്കാൻ നോക്കുന്ന ആളാണ്. വണ്ടി ഇഷ്ടമുള്ള ആളാണെങ്കിൽ. അതെ, അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റും എന്ന് പറയും, ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് നടക്കും എന്ന് പറയും. നമ്മളൊന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യും കാര്യങ്ങൾ ചെയ്യാനായിട്ടാണെങ്കിലൊക്കെ. വേറൊരാൾ, ഇത് ഇല്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് ഇതൊന്നും നടക്കില്ല. എല്ലാവരും ഞാൻ പറയുന്നില്ല, എന്നാലും കൂടുതൽ പേരും പറയുന്നത് ഇതൊന്നും നടക്കില്ല, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് ക്യാഷ് വേണം. ഓഫ് കോഴ്സ് ക്യാഷ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇതൊന്നും നടക്കില്ല. അതെ, എപ്പോഴും ഐ കനോട്ട് എന്ന് പറയുന്നതിന് പകരം ഹൗ കൻ ഐ അച്ചീവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ആ വഴി എന്താണ് ഫോളോ ചെയ്യേണ്ടത് നോക്കുക, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ആ ടാർഗറ്റിന് ടൈം വെച്ച് എത്തുമ്പോഴത്തേക്ക് ബൈ ദ ടൈം യു വിൽ ഗെറ്റ് ദാറ്റ് മണി. എന്നിട്ട് ബൈ വാട്ട് എവർ യു വാണ്ട്. അത്രയേ ഉള്ളൂ. സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് എന്താ പറയുന്നത്, നേരത്തെ സേവിങ്സിനകത്ത് ഫോക്കസ് ആയിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മന്ത്ലി ഒരു എമൗണ്ട്, ഇത്ര എമൗണ്ട് എനിക്ക് മന്ത്ലി സേവ് ചെയ്യണം. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. വെൻ യു ഡൂ ദാറ്റ്, അപ്പോഴാണ് ഈ നാട്ടിൽ പോയി വരുമ്പം കാശ് മൊത്തം തീരുന്നത്. പക്ഷേ വെൻ യു ഫോക്കസ് ഓൺ മന്ത്ലി ഇത്ര മേക്ക് ചെയ്യണം ദാൻ മന്ത്ലി ഇത്ര സേവ് ചെയ്യണം, രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. ഇഫ് യു മേക്ക് എക്സ് എമൗണ്ട് എവറി മന്ത്, അത് ദാറ്റ്സ് എ ക്യാഷ് ഫ്ലോ. ഇഫ് യു സേവ് എ സർട്ടൻ എമൗണ്ട്, ഇഫ് യു യൂസ് ഇറ്റ്, ദാറ്റ്സ് ഫിനിഷ്ഡ്. പക്ഷേ ഇഫ് യു ആർ മേക്കിംഗ് എ സർട്ടൻ എമൗണ്ട് എവറി മന്ത്, ദാറ്റ്സ് കമ്മിങ് ഇൻ എവറി മന്ത്. സോ അത് തീരത്തില്ല, വന്നുകൊണ്ടിരിക്കും. അപ്പം ട്രൈ ടു ഫോക്കസ് ഓൺ മേക്കിംഗ് മോർ ദാൻ സേവിങ് മോർ. ഇത് ഞാൻ പഠിച്ച ഒരു ലെസ്സാണ്. ഞാൻ പണ്ട് പുറത്ത് പോയി ചായ കുടിക്കാൻ കാശ് ചിലപ്പോൾ ചിലവാക്കത്തില്ല, കോഫി കുടിക്കാൻ എനിക്ക് വേണമെങ്കിൽ. കാരണം അത് 1.5 പൗണ്ടില്ല 2 പൗണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സേവ് ചെയ്യും. സേവിങ് ദാറ്റ് £1.50 നെവർ മെയ്ഡ് മീ റിച്ച്. മനസ്സിലായില്ലേ? പക്ഷേ ഇഫ് ഐ ട്രൈ ടു മേക്ക് ആൻ എക്സ്ട്രാ £100 എവറി മന്ത്, അതെൻ്റെ ഇൻകം കൂട്ടത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? എപ്പോഴും അതുകൊണ്ട് അതിനകത്താണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആദ്യം സേവിങ്സ് ഞാൻ ഫോക്കസ് ചെയ്യുമായിരുന്നു ഇവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു പോയിന്റ് വരെ. പിന്നെ അവസാനം ആയപ്പോഴത്തേക്ക് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. സേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സേവിങ്സിൽ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ബേസിക് എക്സ്പെൻസിനൊക്കെ ചിലവാക്കും, അങ്ങനല്ല. പക്ഷേ ഒരു സർട്ടൻ എമൗണ്ട് ഞാൻ മന്ത്ലി സേവ് ചെയ്യുമായിരുന്നു. സർട്ടൻ എമൗണ്ട് ഇത്ര എനിക്ക് എന്തായാലും സേവ് ചെയ്യണം, അങ്ങനെ രീതിയിൽ സേവ് ചെയ്യുമായിരുന്നു. ഇപ്പം അത് ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്കൊരു എന്തെങ്കിലും ഒരു എക്സ്പെൻസ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതങ്ങ് തീർന്നു പോകും. പിന്നെ നമ്മൾ ആ ടൈം എടുത്ത് അത് ഉണ്ടാക്കാനായിട്ട് നിൽക്കണം. സോ ഇപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സേവ് ചെയ്യുന്നതിലുപരി, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സേവ് ചെയ്യുന്നതിലുപരി അതിന് വേണ്ടിയിട്ട് എങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ ഇൻകം ഉണ്ടാക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. കുറച്ചുകൂടെ പ്രോഫിറ്റ് എങ്ങനെ മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ അടുത്തൊരു ഇൻകം സ്ട്രീം എങ്ങനെ കണ്ടുപിടിക്കാം. ഇതിപ്പം ഈ ഒരു പോഡ്കാസ്റ്റ് ഇന്ന് ജനുവരി 1 ന്യൂ ഇയർ 1-ാം തീയതിയാണ് ഇന്ന്. അതുകൊണ്ടാണ് ഇത് രാവിലെ തന്നെ നല്ല രീതിയിൽ ഇൻഷാല്ലാ ഈ ഇയർ അടിപൊളിയായിട്ട് തുടങ്ങട്ടെ. ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ വേറെ കുറേ ആൾക്കാരുമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ കൂടെ ഉള്ളവർ.
ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഗ്രോത്ത് ആഫ്റ്റർ സർട്ടൻ നമ്പർ ഓഫ് മന്ത്സ്. അപ്പോൾ തന്നെ ഈ ആ പോഡ്കാസ്റ്റ് കണ്ടാൽ അറിയാം അവരെത്ര ചെറുതായിരുന്നു, ഇപ്പോൾ അവരെത്ര വളർന്നു വന്നു. സെയിം വേ ഇൻഷാല്ലാ ഇപ്പം യു ഓൾറെഡി സീൻ എ ലോട്ട് ഓഫ് ഗ്രോത്ത് ബൈ ദിസ് ടൈം. പക്ഷേ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് യുവർ ഫേസ് ഇസ് ബ്രാൻഡ് ന്യൂ. പക്ഷേ ഇന്ന് ജനുവരി 1, 2026. ഇൻ എ ഫ്യൂ മന്ത്സ് ടൈം ഇൻഷാല്ലാ വി ക്യാൻ ഡു അനദർ വൺ ആൻഡ് ദെൻ സീ ഹൗ തിങ്സ് ആർ ഗ്രോയിങ്. പോർട്ട്ഫോളിയോ എത്ര വലുതായി, ഇൻകം കൂടിയതും അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ്സ് ഹിറ്റ് ചെയ്യുന്നതും എല്ലാം ആ സമയത്ത് നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു പോഡ്കാസ്റ്റിൽ വന്ന് നമുക്ക് ഷെയർ ചെയ്യാം. ആൻഡ് ദെൻ ഹോപ്പ്ഫുള്ളി അത് കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും യു ആർ നോട്ട് ജസ്റ്റ് സമ്മൺ ഹു സേസ് തിങ്സ്, യു ആർ സമ്മൺ ഹു ഡസ് തിങ്സ്. അപ്പോൾ അതിൽ നിന്നാണ് ആൾക്കാർക്ക് ആ ഒരു മോട്ടിവേഷൻ ആണെങ്കിലും എന്താണെങ്കിലും കിട്ടുന്നത്. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ഗ്രോത്ത്. ആൻഡ് ദെൻ ഇൻഷാല്ലാ അടുത്ത പോഡ്കാസ്റ്റിൽ വന്ന് ഐ എം ഹോപ്പിംഗ് യു ക്യാൻ ഇംപ്രസ് എവറി വൺ ഹൂസ് watching the video, inshallah. Inshallah. Thank you so much, Bilal. Thank you so much. Walaikum salam. Okay.